Hello everybody. Yes, so സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞ വെബിനാർ ഇങ്ങനെ സ്റ്റാർട്ട് നമ്മളുടെ വെബിനാർ എല്ലാവരും 1 by 1 ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. സോ നമ്മൾ പറഞ്ഞ വെബിനാർ ഓൺ ദ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി എന്ന ടോപ്പിക്കിലുള്ള വെബിനാർ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പൊ ആസ് സൈക്കോളജി സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മൾ എന്താ പറയാ, ഒരുപാട് പേര് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്തത് ഹിപ്നോട്ടിസം അറിയൂ, എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് കൂടുതൽ കഴിച്ചാൽ ഇവിടെ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അല്ലേ? സോ എന്താണ് ശരിക്കും ഹിപ്നോസിസ്, എന്താണ് ഹിപ്നോതെറാപ്പി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു പിക്ചർ ഇന്ന് നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ കിട്ടും. ആൻഡ് ഈ ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, ഡോക്ടർ ജിനി കെ ഗോപിനാഥ് സർ. അപ്പൊ സാറിന് അറിയുന്ന ഒരുപാട് പേര് ഈ ഇതിലുണ്ട് എന്ന് എനിക്ക് അറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. യെസ്, സോ സൈക്കോളജി ഫീൽഡിൽ 15+ years of എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് ജിനി സർ. ആൻഡ് നമുക്കറിയാം ആരോൺ ബെക്ക്, CBTയുടെ ഫാദർ ആയിട്ടുള്ള ആരോൺ ബെക്കിന്റെ അണ്ടറിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. For the past 20 years, he has been working in different fields related to mental health, wellness, and education. And he's also worked as a performance coach for sports professionals, including Kerala Ranji Trophy team. അതുപോലെ തന്നെ IPL ടീംസ് ആയിട്ടുള്ള മുംബൈ ഇന്ത്യൻസ്, അതുപോലെ തന്നെ കിങ്സ് പഞ്ചാബ് പോലത്തെ ടീംസിലെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് പെർഫോമൻസ് കോച്ച് ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറന്റ്ലി yourdose.com എന്ന് പറയുന്ന ഓൺലൈൻ വെൽനസ് പ്ലാറ്റ്ഫോമിലെ ചീഫ് സൈക്കോളജി ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹിസ് വർക്കിംഗ് ആസ് എ അഡ്ജംക്ട് പ്രൊഫസർ ഓഫ് സൈക്കോളജി അറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജി ആൻഡ് റിസർച്ച്, ബാംഗ്ലൂർ. And he's also the president of Indian Association of Clinical and Academic Hypnosis, IACAH. Okay, so ഇത്രയും പ്രവർത്തന പരിശീലന എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് ഈ ഒരു വെബിനാറിന്റെ പാർട്ട് അവർ ഒരു ഫാക്കൽറ്റി ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ we are really lucky, we are really privileged to have you sir with us. So I kindly welcome Ginny sir to our webinar and to start the webinar. Welcome sir. Thank you, Tuntu. Am I audible? Yes sir, perfectly audible. ഇപ്പൊ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരില് എത്ര പേരാണ് കേരളത്തിന് പുറത്തുള്ളവര്? ആരെങ്കിലും കേരളത്തിന് പുറത്തുള്ളവരുണ്ടോ? Anybody just if you see, if ഞാൻ കേരളത്തിൽ പുറത്തുണ്ടോ ചോദിക്കാൻ കാരണം, if I need to switch to English and have a combination of English and Malayalam, just raise your hand if you're not able to understand what I'm saying. Okay, so anyhow, I will could you please tell me one? Turn it off. Okay, yeah, so ഒരു proper interaction വേണ്ടി I think first I will talk for some time, then we can open it for a conversation. So ഒരു conversation style ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So ഒരു lecture mode എന്നതിലുപരിയായിട്ട് conversation style. So before I start the process, I just want to raise one question. How many ഈ ഹിപ്നോസിസ് എന്നുള്ളത് ട്വിങ്കിൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒത്തിരി എന്താ പറയാ, ഈ ഹിപ്നോസിസ് വളരെ ലൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് അല്ലെ? എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. സൈക്കോളജിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പൊ അതിന്റെ ഒരു ലാർജർ ഫ്രെയിം നോക്കുമ്പോൾ എന്താണ് ഹിപ്നോസിസ്? വാട്ട് ഡു യു മീൻ ബൈ ഹിപ്നോസിസ്? ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ? So we have been talking about hypnosis. There is huge debate about hypnosis, where to അതിന്റെ സൈക്കോളജിയിലെ പ്രസക്തി എന്താണ്, മെന്റൽ ഹെൽത്തിൽ അതിന്റെ പ്രസക്തി എന്താണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ what do you mean by hypnosis? If anybody wants to talk, you unmute and talk also. That's also possible. That's also an option. അതല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. Anybody? ഹിപ്നോസിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്?
ആർക്കൊന്നും റിലാക്സ് സ്റ്റേറ്റ്. ഓക്കെ, വെരി ഗുഡ്. Altered state of consciousness, ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ്, altered state of consciousness. Okay, great. Subconscious mind ട്രാൻസിലേക്ക് എത്തുന്ന രീതി. Okay, good. Mind reading, getting an idea about their own situations. Okay, fine. Okay, ഒത്തിരി ഐഡിയാസ് നമുക്ക് ഇതിനകത്ത് കിട്ടി. So we lot of people talk about altered state of consciousness, state of awareness. Abreaction creator, കുറച്ച് ടൈറ്റ് ആയിട്ട് focused, a state in which we are more responsive, vulnerable. Okay, ഞാൻ ഇതിന്റെ ഈ ഒരു ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് എത്ര പേര് ഹിപ്നോസിസിന് വിധേയനായിട്ടുണ്ട്? ഹിപ്നോസിസ് പോലുള്ള ബീങ് സജസ്റ്റബിൾ, ഇത് ഹിപ്നോസിസ് പോലുള്ള ഒരു സ്റ്റേറ്റിലൂടെ എത്ര പേര് ഇതിനകത്ത് കടന്നുപോയിട്ടുണ്ട്? കരുണ, ഓക്കെ, ഷീ സെഡ്. അൻഷിത പോയിട്ടുണ്ട്, വെരി ഗുഡ്. പിന്നെ ആരാണ്? ഓക്കെ, സോ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? നുസ്രത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള എന്തോ ഒരു ടെക്നിക്കാണ്, ഒരു സ്ട്രാറ്റജി ആണ് എന്നൊരു തോന്നലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. എല്ലാവർക്കും കടന്നു പോകാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ലെവൽസ് ഡിഫറെന്റ് ആണ്. എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക്, എത്രത്തോളം ഡീപ്പറായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ വേറെ ചോദ്യങ്ങളാണ്. അതിലേക്ക് നമ്മളിപ്പോൾ എത്തുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഹിപ്നോസിസ് എന്നുള്ളത് ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ മറ്റ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്തൊക്കെയാണ്? മറ്റ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്തൊക്കെയാണ്? ഡ്രഗ് ആൾട്ടേർഡ് കോൺഷ്യസ്നെസ്. ഡ്രഗ് ആൾട്ടേർഡ് കോൺഷ്യസ്നെസ്. നമ്മൾ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് പറയുമ്പോൾ നമ്മൾ ഈ വേക്ക്ഫുൾനെസ്, നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയുണ്ടല്ലോ, നമ്മൾ അവേക്ക് എന്നുള്ള അവസ്ഥ, അതൊരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു, ഉറക്കം ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ഡ്രീം സ്റ്റേറ്റ്, അത് തേർഡ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. പിന്നീട് വരുന്ന നാലാമത്തെ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസിനെയാണ് നമ്മൾ, ഈ ട്രാൻസ് എന്നുള്ളത് ഹിപ്നോസിസിൽ മാത്രം സാധ്യമാവുന്ന സംഭവമല്ല കേട്ടോ. നമ്മൾ അത് മെഡിറ്റേഷന്റെ ലെവലുകളിൽ നമുക്ക് ചിലപ്പോൾ ട്രാൻസിലേക്ക് എത്താം. നമ്മളിപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാർ, നല്ലോണം കളിക്കുന്ന ആളുകൾ പറയാറില്ല, ഞാൻ ഫോമിൽ എത്തി എന്നൊക്കെ പറയുന്നത്, അതൊരു ട്രാൻസ് സ്റ്റേറ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രഗ്സ്, ചില കെമിക്കൽസ് നമ്മൾ അകത്ത് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് എത്താറുണ്ട്. നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ, ഈ യോഗയിലൊക്കെ അവർ തുരീയ അവസ്ഥ എന്ന് പറയും, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന. അപ്പൊ 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, സ്റ്റേറ്റ്, ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. 1 വേക്ക്ഫുൾ സ്റ്റേറ്റ്, 2 സ്ലീപ്പ്, 3 ഡ്രീം, 4 ട്രാൻസ് സ്റ്റേറ്റ്. അപ്പൊ ഈ ട്രാൻസ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഈ 4ാമത്തെ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ ഇത് when we talk about altered state of consciousness, ജനറലി ആളുകൾ പറയുന്നത് അത് എല്ലാവർക്കും എത്താൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. അതൊരു മിസ്കൺസെപ്ഷൻ. അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ശരാശരി ദിവസം ഒരു മനുഷ്യൻ 2 തവണ ബൈ ഡീഫോൾട്ട് ഈ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ കടന്നു പോകുന്നു. അത് എപ്പോഴൊക്കെയാണെന്ന് പറയാമോ? ബയോളജിക്കലി 2 തവണ, 2 സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ, ബയോളജിക്കൽ ആയിട്ടുള്ള ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ ബൈ ഡീഫോൾട്ട് കടന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
കടന്നു പോകുന്നുണ്ട്. എപ്പോഴാണ് എല്ലാവരും സ്ലീപ്പ് എന്ന് പറയും. പക്ഷെ സ്ലീപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ലീപ്പ് അനദർ ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ വേക്ക്ഫുൾ സ്റ്റേറ്റ്, സ്ലീപ്പ്, ഡ്രീം, ട്രാൻസ്, ഈ 4 സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ട്രാൻസിലേക്ക് നിങ്ങൾ എപ്പോഴൊക്കെ എത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഉറക്കത്തിലാണെങ്കിൽ നിങ്ങൾ ട്രാൻസിലല്ല, നിങ്ങൾ ഉറങ്ങുകയല്ലേ. നിങ്ങൾ എങ്ങനെയോ ട്രാൻസിലേക്ക് ഡീപ്പായ ഉറക്കത്തിൽ പോകുന്നതിന് മുമ്പ് ഓക്കെ. എനിവൺ എൽസ്? രാവിലെ ഉറങ്ങി എണീക്കുമ്പോ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. അതായത് നമ്മള് ഉറക്കത്തിലേക്ക് സ്ലിപ്പ് ആവുന്ന സമയം, ആ ഒരു സമയം, അതിന്റെ പേര് സൈക്കോളജിയിൽ അതിന്റെ പേര്. നിങ്ങൾ ഈ ബേസിക് സൈക്കോളജി ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഹിപ്നാഗോജിക് എന്നാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു സീ ദിസ്? യെസ് സർ. വെരി ഗുഡ്. ഒന്ന് ഈ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ ഒരു സമയത്തിന് നമ്മൾ പറയുന്നത് ഹിപ്നാഗോജിക് എന്നാണ്, ഗോയിങ് ഇൻ. അപ്പൊ അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കൾച്ചറുകളിലും ഈ കുട്ടികൾ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. കാരണം ആ സമയത്ത് കുട്ടികൾ ഹിപ്നോട്ടിക് ട്രാൻസ് പോലുള്ള ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ ഉറക്കത്തിലാണോ അല്ല, എന്നാൽ എഴുന്നേറ്റിട്ടുണ്ടോ അതുമില്ല, ആ ഉറക്കത്തിനും എഴുന്നേൽക്കുന്നതിനും ആ ഇടയിലുള്ള സമയം, അതിന്റെ പേര് ഹിപ്നോപോംപിക് എന്നാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ബയോളജിക്കലി നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകൾ, ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആ ഒരു ട്രാൻസിലേക്ക് നമുക്ക് ശരിയായ രീതിയിൽ എത്തുന്നതിന്റെയും ഒരു പരിധി വരെയൊക്കെ ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് ശരിയായ രീതിയിൽ നമുക്ക് കിടക്കാൻ സാധിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രക്രിയകളാണ്. അപ്പൊ അത് ആ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കാറുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചു എത്ര പേര് ഈ ട്രാൻസിലേക്ക് പോയിട്ടുണ്ടെന്ന്. 2 പേര് മാത്രമേ കൈവക്കുകയുള്ളൂ. അതൊരു മിത്താണ്. കാരണം നമ്മൾ ആരും തന്നെ ട്രാൻസിലേക്ക് പോകുന്നില്ല ശരാശരി ദിവസങ്ങളിൽ എന്ന് വിചാരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെയല്ല. നമ്മളെല്ലാവരും ട്രാൻസിന്റെ പല ഫേസസിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നവരാണ്. ഇത് രണ്ടും കൂട്ടാതെ ഇപ്പൊ നിങ്ങളൊരു സിനിമ കാണുമെന്ന് വിചാരിക്കും. ആ സിനിമയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നു. അപ്പൊ തിയേറ്ററിന്റെ ഡോറുകൾ തുറന്ന് ആളുകൾ വരികയും പോവുകയും, ചായ കുടിക്കുന്ന ആളുകൾ, കുട്ടികൾ കരയുന്നു, പോപ്കോണിന്റെ സ്മെല്ല്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ആ സിനിമയിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ ട്രാൻസിലാണ്. നിങ്ങൾ ആ സമയത്തൊരു ട്രാൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ സിനിമ തീരുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് അതുവരെ തോന്നാതിരുന്ന വേദനയൊക്കെ തോന്നുന്നു. നിങ്ങൾക്ക് സിനിമ തുടങ്ങിയപ്പോൾ വേദന ഉണ്ടായിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വേദനയില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേദന തോന്നുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ട്രാൻസിന്റെ ഓരോ വകഭേദങ്ങൾ. ട്രാൻസ് പല തരത്തിലുള്ള ട്രാൻസുകൾ, നമുക്ക് പല ക്വാളിറ്റി ഓഫ് ട്രാൻസ് ഒക്കെ ഉണ്ട്. ഉറക്കത്തെ തന്നെ പല ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞതുപോലെ ട്രാൻസിന് പല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കും. ഈ വെസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഉണ്ടാകുമ്പോഴുള്ള കാരണം എന്താണെന്ന് ഒരു വളരെ രസകരമായ ഒരു കാരണം. എസ്പെഷ്യലി അമേരിക്കൻ റോഡുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കാനഡ, അമേരിക്കൻ റോഡുകളിൽ എന്താണെന്ന് പറയാൻ പറ്റും? റോഡ് ട്രാഫിക് ആക്സിഡൻസ് കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹൈവേ എന്താണ്? ഹൈവേ വാട്ട്? കരുണ, യു ആർ റൈറ്റ്. ഹൈവേ ഹിപ്നോസിസ്. കരുണ കുറെ പുസ്തകമൊക്കെ വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 6ാം ക്ലാസ് ഇതിന് 4ാമത്തെ തവണ അറ്റൻഡ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. അപ്പൊ ഹൈവേ ഹിപ്നോസിസ് ആണ് കരുണ പറഞ്ഞു തന്നെയാണ് ഉത്തരം. ഹൈവേ ഹിപ്നോസിസ് ആണ്. ഹൈവേ ഹിപ്നോസിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഈ ട്രാഫിക് ഫ്രീ കോറിഡോഴ്സ് ഉണ്ടല്ലോ, ഈ അമേരിക്കയിലേക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ thousands of kilometers നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനാണ്. നിങ്ങൾക്ക് അതിനകത്ത് വേറെ നിങ്ങൾക്ക് ഗിയർ മാറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല.
അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മോണോട്ടോണസ് ആയിട്ട് നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. നമുക്ക് ഒരു പെട്ടെന്ന് ഒരാളെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അത് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആ ട്രാൻസിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടുക. അപ്പൊ ഈ ട്രാൻസിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോൺഷ്യസ്നെസ് എടുത്തു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ്സിന് 2 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അലേർട്ട്നെസ്, 2 അവെയർനെസ്. അപ്പൊ നമ്മൾ ഈ ട്രാൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ എന്താണ്, നമ്മൾ അലേർട്ട് അല്ല, നമ്മൾ അവെയർ ആയിരിക്കും, നമ്മൾ അലേർട്ട് അല്ല, നമ്മൾ അവെയർ ആയിരിക്കും. അപ്പൊ നമ്മൾ അലേർട്ട് ആണെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ആരും ചോദിച്ചു, അപ്പൊ ലോക്കോ പൈലറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്നത്, അതൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം ഈ ഒരു ട്രെയിൻ പോലെ അല്ല, ഈ റോഡിലൂടെ വണ്ടി ഓടുന്ന പോലെ നമുക്ക് അതിന് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അവർ ആനവട്ടം ചാടിയാലും ആളുകൾ വട്ടം ചാടിയാലും വണ്ടി നിർത്താൻ. അത് നിർത്തേണ്ട ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള സ്റ്റോപ്പുകളിൽ മാത്രമേ ട്രെയിൻ നിർത്താറുള്ളൂ. അപ്പം ലോക്കോ പൈലറ്റ്സിനെ ഇത് അധികം ബാധിക്കാറില്ല സാധാരണഗതി. കാരണം ഓട്ടോ പൈലറ്റഡ് മോഡിൽ പോകുന്ന വണ്ടികളാണ്. ഫ്ലൈറ്റും പൊതുവെ കുറച്ചൊക്കെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ട്രെയിൻ പൊതുവെ എന്താണ് ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ട് അത് അവരെ ബാധിക്കാറില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവും. കാരണം ഒത്തിരിയേറെ നമ്മുടെ ഈ ഹിപ്നോസിസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ പ്രൈമറി വരുന്നത്? ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ല. കാരണം സൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകൾ ഹിപ്നോസിസിനെ കുറിച്ച് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കുകളിൽ കോൺഷ്യസ്നെസ് എന്ന ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒരു വിഷയം മാത്രമാണ് ഹിപ്നോസിസ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മെയിൻ ആയിട്ട് ഹിപ്നോസിസിനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ നിന്ന്, കഥകളിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് മാത്രമാണ് ഈ ഹിപ്നോസിസിനെ കുറിച്ചുള്ളത്. അപ്പം ഹിപ്നോസിസ് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടമാനം മിസ്കൺസെപ്ഷൻസ് ഉള്ള, അബദ്ധധാരണകളുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അബദ്ധധാരണകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സിനിമകളിൽ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് പറയാം. മറ്റുള്ളവരുടെ ചിന്തകളെല്ലാം നമ്മൾ മനസ്സിലാക്കും. മറ്റുള്ളവരുടെ ചിന്തകളൊക്കെ നമുക്ക് ഇപ്പൊ കരുണ പറഞ്ഞ പോലെ സീക്രട്ട് ഡിഗർ, മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ പറ്റും. കൺട്രോൾ, അപ്പം സീക്രട്സ്, കൺട്രോൾ, കുറച്ച് ചോദിച്ചിട്ട് ഞാൻ പിന്നീട് അതിന് ഉത്തരം പറയാം. വേറെ എന്തൊക്കെയാണ്? ചിലപ്പം ഡീപ് സ്ലീപ്പിലോട്ട് അങ്ങ് പോവും. ഡീപ് സ്ലീപ്പിൽ പോയി കുഴപ്പം എന്താണ്? പിന്നെ തിരിച്ചു വരത്തില്ലേ? കോമയിലേക്ക് പോകും. ഓക്കെ, കോമ എന്ത് സംഭവമാണല്ലോ. കോമയിലേക്ക് പോകും. മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉറങ്ങിപ്പോകും. സോറി, എന്താ പറഞ്ഞേ? ട്രാൻസിൽ തന്നെ സ്റ്റക്കായി പോവും. ട്രാൻസിൽ തന്നെ സ്റ്റക്കായി പോകും. മൈൻഡ് കൺട്രോൾ, മാനിപ്പുലേഷൻ, ട്രാൻസിൽ സ്റ്റക്കാവും. പിന്നെ ഹിപ്നോസിസ് ചെയ്യുന്ന സെയിം ആള് തന്നെ വേണം തിരിച്ച് അതിലേക്ക് ട്രാൻസ് മാറ്റാൻ നമുക്ക് പറയാം. ഓക്കെ, അതാണ് സ്റ്റക്കാന്ന് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ ആരേത് പറഞ്ഞത്? ഇത് പറഞ്ഞത് സെൽവയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഞാനിപ്പം പെട്ടെന്ന് നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കും അല്ലേ? അതല്ലേ പറഞ്ഞത്? അങ്ങനെ പറയുന്ന കേട്ട്. ഓക്കെ, ഹിപ്നോസിസ് സയന്റിഫിക് അല്ല എന്ന് പറയുന്നുണ്ട്. വിരൽ നൊടിച്ചാൽ ട്രാൻസിലേക്ക് പോകും. ഓക്കെ, അതൊക്കെ ഇനി പഠിക്കാനുള്ള ടെക്നിക്സ് ആണ്. മെമ്മറി ഓൾട്ടർ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, ഉറങ്ങിപ്പോകും. ഓക്കെ, ഫൈൻ. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചു പോകാം അതിനകത്ത്. അപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ കുറച്ച് വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് എഡ്യൂക്കേഷണൽ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ അതിന് മുമ്പായിട്ട് ഞാൻ ഹിപ്നോസിസ് ഐഡിയ ഒന്ന് പറയാമോ? എന്തോ ഐഡിയ ഒന്ന് പറയാമോ? ഇൻസ്റ്റാഗ്രാമിലെ, ഫേസ്ബുക്കിന്റെ ജിനിക്ക് തോന്നുന്നത് തന്നെയാണ്.
ഓക്കെ. ഞാനത് ജിനിക്ക് പോകുന്നതെന്നാണോ അതോ ഹിപ്നോസിസ് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്നാണെന്ന് അറിയാൻ പാടില്ല. വേറൊരാളത് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പം ഈ പറ്റുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ഷെയർ ആക്കണം. ഷെയർ ഓക്കെ. അപ്പൊ ഈ സീക്രട്സ് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? സീക്രട്സ് മനസ്സിലാക്കാൻ എത്രത്തോളം പറ്റും? എന്താ പറയുന്നത്? കഴിയില്ല. ഞാനത് പറയാനെ കുറിച്ച്. അതായത് സാധാരണ ജനങ്ങളെ, സാധാരണ ആളുകളെ നമ്മൾ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹൈലി ഹിപ്നോട്ടൈസബിൾ ഇൻഡിവിജ്വൽസ്, മീഡിയം ഹിപ്നോട്ടൈസബിൾ, ലോ ഹിപ്നോട്ടൈസബിൾ. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ആളുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ IQ പോലെ, പേഴ്സണാലിറ്റി പോലെ, ഇത് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺസെന്റോട് കൂടി ചെയ്യുന്ന ഒരു സാധനമാണ് ഹിപ്നോസിസ്. അപ്പം ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു വിചാരിക്കും. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള കൺട്രോളാണ് എനിക്കുള്ളത് അതിനകത്ത്. ദ മൊമെന്റ് യു വിഡ്രോ ദ കൺട്രോൾ, ഐ ഡോണ്ട് ഹാവ് കൺട്രോൾ നിങ്ങളിൽ. അപ്പം അവിടെ കൺട്രോൾ എന്ന സംഭവത്തിന് പ്രസക്തി ഇല്ല. ബാക്കിയെല്ലാം ട്രിക്കുകളാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കാണുന്നതൊക്കെ മജീഷ്യൻസ് ട്രിക്കുകളാണ്. അതിനകത്തൊന്നും ഹിപ്നോസിസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞ സാധനമുണ്ട്. ഹിപ്നോസിസിന് കോൺഷ്യസ്നെസ്സിന് 2 കോമ്പണന്റ് ആണുള്ളത്. ഒന്ന് അലേർട്ട്നെസ്, 2 അവെയർനെസ്. ഇപ്പൊ നിങ്ങൾ ഹിപ്നോസിസിന്റെ ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയാലും നിങ്ങളുടെ അവെയർനെസ് ഇൻടാക്ട് ആയിരിക്കും. നിങ്ങൾ അലേർട്ട് ആയിരിക്കത്തില്ല, നിങ്ങൾ അവെയർനെസ് ഇൻടാക്ട്. അതായത് നിങ്ങൾ എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടാവും. ഒരു തെറപ്പിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതും ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിപ്നോസിസിനകത്ത് ഈ അനാവശ്യമായിട്ടുള്ള കൺട്രോള് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഹിപ്നോസിസിൽ സാധ്യമല്ല. പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് ഉണ്ട് കേട്ടോ. ഈ മാനിപ്പുലേഷനിലൊക്കെ വരുന്ന വേറൊരു സൈഡ് ഉണ്ട്. അതായത് ഈ ഹൈലി ഹിപ്നോട്ടൈസബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് അൺഎത്തിക്കലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ സർജറിക്കൊക്കെ പോകുമ്പം ഡോക്ടർക്ക് നമ്മൾ സർജറി ആയിട്ട് കിടക്കുമ്പോൾ ഡോക്ടർക്ക് വേണമെങ്കിൽ നമ്മുടെ കിഡ്നി അടിച്ചു മാറ്റാൻ പറ്റുമല്ലോ വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യത്തില്ല അവർ. കാരണം എന്താണ്? അവർ അത് അൺഹെൽത്തി, അത് അൺഎത്തിക്കലായ സാധനമാണ്. അപ്പം എത്തിക്കലായിട്ട് ഒരു പ്രോസസ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിന്റെ പ്രസക്തി ഉദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് വരുന്നത് സീക്രട്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗം, ഒരു ബാക്കിയാണ് ഈ സീക്രട്സിനെ കുറിച്ച് പറയുമ്പോഴും പറയാറുള്ളത്. അതായത് നിങ്ങളൊരു തെറപ്പി പ്രോസസ്സിന് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച്, ഇപ്പം എൻ്റെ അടുത്താണ് വരുന്നത്, എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ സീക്രട്സ് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ അത് എത്തിക്കലായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷേ സീക്രട്സ് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഒത്തന്റിക് ആയിട്ടുള്ള ഡേറ്റയാണോ വരുന്നതെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫോറൻസിക് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ബ്രാഞ്ച് ഉണ്ടായിരുന്നു ഇതിനകത്ത്, ഹിപ്നോസിസിനകത്ത്. നമ്മുടെ ഗുജറാത്തിലെ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് പണ്ട് പഠിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഒരു കോർട്ടുകളും സുപ്രീം കോർട്ടിന്റെ പുതിയ റൂൾ അനുസരിച്ച് ഒന്നും തന്നെ അതിപ്പം വാലിഡ് അല്ല. കാരണം എന്താണ്? നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഇവന്റ്സ് ആണ്. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ, ഇറ്റ്സ് നോട്ട് ഫാക്ട്സ്, ഇറ്റ്സ് അബൌട്ട് മൈ. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ നടക്കുന്ന ഈ വെബിനാർ നാളെ ഒരു 10 പേരെടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരും 10 രീതിയിൽ എഴുതുള്ളൂ. കാരണം എന്താണ്? ഈ 10 പേരുടെയും എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആണ്, അവരുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്, അവർ മനസ്സിലാക്കിയത് ഡിഫറെന്റ് ആണ്, അവരുടെ അജണ്ടകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഈ 10 പേരും എഴുതുന്ന കഥകൾ 10 തരത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇവന്റ്സ് ആയതുകൊണ്ടും അത് ഫാക്ട്സ് അല്ല എന്നുള്ളത് കൊണ്ടും ഹിപ്നോസിസിനകത്ത് വരുന്ന ഡേറ്റ ഒത്തന്റിക് അല്ല എന്നുള്ളൊരു പൊതുവെയുള്ളൊരു ബോധം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്തുണ്ട്. പക്ഷെ പോലീസും ജുഡീഷ്യൽ സിസ്റ്റവും ഒക്കെ ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എലിസിറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ അത് പിന്നീട് ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം കൺട്രോൾ ആൻഡ് സീക്രട്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നതാണ് ആളുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ഈ സ്റ്റക്ക് ആവുക എന്ന് പറയുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഇടയ്ക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു.
അപ്പൊ നിങ്ങൾ ജീവിതാവസാനം വരെ ഇങ്ങനെ ഹിപ്നോസിന്റെ ഒരു സോംബിയെ പോലെ നടക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ല, നേരത്തെ ഒരാൾ പറഞ്ഞു ഞാൻ തന്നെ തിരിച്ചു വന്ന് നിങ്ങളെ ഹിപ്നോട്ടിക് ട്രാൻസിൽ നിന്ന് പുറത്ത് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നു, അതൊന്നിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ സിനിമ കാണുന്നു, ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, ആ സിനിമ 3 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞു, നിങ്ങൾ വീണ്ടും ആ സ്ക്രീനിലേക്ക് നിങ്ങൾ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയോ ഇല്ല. സിനിമ കഴിഞ്ഞു, നിങ്ങൾ ആ ട്രാൻസിൽ നിന്ന് പുറത്തു വന്നു, തിയേറ്ററിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നിങ്ങൾക്ക് സജഷൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യും ആ ട്രാൻസിൽ. അതിനുശേഷം ഞാൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫിസിക്കലി ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ സ്ലീപ്പിലേക്ക് വഴുതി വീഴും, ഉറക്കത്തിലേക്ക്, സാധാരണ ഉറക്കത്തിലേക്ക്. ഉറക്കം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഉറക്കം എന്നുള്ളത് വേറെ ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, അതിലേക്ക് വഴുതി വീഴും. നിങ്ങൾ ഫിസിക്കലി അലേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എഴുന്നേറ്റ് വരും, അലേർട്ടായിട്ട് എഴുന്നേറ്റ് വരും. അതല്ലാതെ ഒരു സ്റ്റക്ക് ഇൻ ട്രാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ സ്റ്റക്ക് എന്ന് പറയുന്നത് എവിടെയാണ് എനിക്ക് മനസ്സിലായി, അതായത് ഇതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സ്റ്റക്ക് ആവത്തില്ല, പക്ഷെ എല്ലാ ടെക്നിക്കുകൾക്കും എല്ലാ സൈക്കോതെറാപ്യൂട്ടിക് മോഡലുകളും ആര് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? അത് നിങ്ങളുടെ മനസ്സിനെ വെച്ചുള്ള കളിയാണ്. ഇപ്പം അത് CBT ആയാലും സൈക്കോ അനാലിസിസ് ആയാലും എന്ത് സൈക്കോതെറാപ്യൂട്ടിക് മോഡൽസ് ആയാലും ട്രെയിൻഡ് അല്ലാത്ത ഒരാളാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം അത് നമ്മളൊരു സാധാരണ ഹെയർ കട്ടിന് പോകുന്ന വിചാരിക്കും, ട്രെയിൻഡ് അല്ലാത്ത ആളാണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ നമ്മുടെ ചെവി കട്ട് ചെയ്ത് കളയാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആണ് ഹിപ്നോസിസിലും ഉള്ള സംഭവം കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെന്താണ് മൈൻഡ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്നു ഈ ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അതൊക്കെ അൺഎത്തിക്കലായുള്ള സാധനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളിൽ ഇതൊക്കെ യൂസ് ചെയ്യാം, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ക്ലിനിക്കൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെറ്റിങ്ങിൽ ഒരു മെന്റൽ ഹെൽത്തിന്റെ സ്പേസിൽ വരുമ്പം അതിനൊന്നും പ്രസക്തി ഇല്ല. മനസ്സിലായി? അത് നോക്കി അതൊന്നും മനസ്സിലാക്കിയ ഒന്നായിരിക്കും. വേറെന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്നിട്ട് ആരോ പറഞ്ഞു കൈ ഞൊടിച്ചാൽ ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് വരുന്നത്. ഇത് ഈ അടുത്തിടയ്ക്ക് കണ്ടമാന സ്ഥലങ്ങളിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നോക്കുമർമ്മം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എവിടെയോ പറയേണ്ടായാലും, അതായത് എന്താണ് സൂര്യയുടെ ഒരു സിനിമ വന്നായിരുന്നു, 7ാം അറിവെന്ന് കണ്ടു പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ആളുകൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി, ഇപ്പൊ ഇങ്ങനെ നോക്കി ഈ കളറിപ്പയറ്റിലൊരു ടെക്നിക്ക് ഉണ്ട് നോക്കുമർമ്മം, അങ്ങനെയൊക്കെ സാധിക്കുമെന്നുള്ളത്. അപ്പൊ അത് ടെക്നിക്കലി ഹിപ്നോട്ടിക് പ്രോസസ്സിലൊന്നും അതിന് പ്രസക്തിയില്ല. മെന്റലിസം എന്നൊക്കെ പറയുന്നത് മാജിക്കാണ്, മാജിക്കിന്റെ ഭാഗമായിട്ട് ഒരു സാധനം. അതിനകത്ത് ഹിപ്നോസിസ് പ്രോസസ്സിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ ഇൻസ്റ്റന്റ് ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റന്റ് ഹിപ്നോസിസ്. അത് ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ വേണ്ടി നമുക്ക് ചെയ്യാം. മെമ്മറി ഓൾട്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഹിപ്നോസിസിൽ മെമ്മറി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ട്. ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ അതിനുവേണ്ടി യൂസ് ചെയ്യാം. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലപ്പോൾ അത് അൺഎത്തിക്കൽ ആയിട്ടൊരു പ്രോസസ്സിന് വേണ്ടി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ നമ്മൾ കോഗ്നിറ്റീവ് ഹിപ്നോതെറപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് മെമ്മറി ഓൾട്ടർ ചെയ്യുക എന്നുള്ളൊരു ഉപരിയായിട്ട് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇവന്റിനെ, ഇപ്പൊ എനിക്ക് പണ്ടൊരു അബ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ പണ്ട് ഞാനൊരു സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ കൂവി, ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ആ മെമ്മറി ഓൾട്ടർ ചെയ്യുക എന്നുള്ളൊരു ഉപരിയായിട്ട് ആ മെമ്മറി ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഇന്റർപ്രറ്റ് ചെയ്തു അതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. കള്ളം പറയാൻ പറ്റുമോ? കള്ളം പറയാനാണ് ഒരാൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ ഹിപ്നോസിസ് ട്രാൻസിലും കള്ളം പറയാം. പക്ഷേ ഡീപ്പ് ട്രാൻസിലേക്ക് പോകുന്തോറും അയാളുടെ ഇൻഹിബിഷൻസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഞാൻ കള്ളം പറയുകയാണ് എന്നൊരു തോന്നൽ പുള്ളിക്ക് ഉണ്ടാവുകയും ചിലപ്പോൾ പുള്ളി അത് പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്യാം. പക്ഷെ കള്ളം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് തന്നെയാണ് ഉത്തരം. മെമ്മറി മോഡിഫിക്കേഷൻ പെർമനന്റ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിന്റെ കൂടെ വരുന്നത്? അടുത്ത ടോപ്പിക്കിലേക്ക് കോമയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോമയിലേക്ക്
അങ്ങനെ കോമയിലേക്ക് പോകത്തില്ല. അതൊരിക്കലും സാധ്യമല്ല. ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോമയിലേക്ക് പോകാം എന്ന്. ഹിപ്നോസിസ് വഴി കോമയിലേക്ക് പോകത്തില്ല. ഹിപ്നോസിസ് വഴി കോമയിലേക്ക് പോകും. നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇതിന്റെ കുറച്ചൊരു ഹിപ്നോസിസ് വഴി ഇങ്ങനെ അക്രമങ്ങളൊക്കെ ചെയ്യിക്കില്ലേ, അതിങ്ങനെ കൊല്ലുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമോ? അങ്ങനെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ചില തീവ്ര സംഘടനകളിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ഹിപ്നോട്ടിക് സ്ട്രാറ്റജി വഴിയൊക്കെ ഈ ഹിപ്നോസിസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്ന സ്ലോഗൻസ്, എന്ത് കാര്യവും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുക. അപ്പൊ നിങ്ങൾ ഒരു കടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ടൂത്ത് പേസ്റ്റ് വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അവിടെ ചെന്ന് പറയത്തില്ല എനിക്ക് സാധാരണ ഒരു ടൂത്ത് പേസ്റ്റ് തരുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾ എനിക്ക് കോൾഗേറ്റിന്റെ നീം ആൻഡ് സോൾട്ട് ടൂത്ത് പേസ്റ്റ് വേണം. നിങ്ങളത് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാഷിംഗ് സോപ്പ് മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആ പ്രത്യേക ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത്? കാരണം ഈ അഡ്വർടൈസ്മെന്റ്സ് നിരന്തരം നിങ്ങളിലേക്ക് ആ മെസ്സേജസ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? അതൊരു ഹിപ്നോസിസ് ആണ്. എന്ത് കാര്യം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ പറയുന്നുണ്ടോ അത് നിങ്ങളുടെ സൈക്കിയിൽ പെർമനന്റ് ആയിട്ടുള്ള മാർക്കേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരു പ്രത്യേക പൊളിറ്റീഷ്യൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? അയാളുടെ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് അങ്ങനെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനിപ്പോ ഞാൻ നിങ്ങളെ ഉറക്കി കിടത്തി ഹിപ്നോസിസ് സജഷൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് സംതിങ് ഈസ് ബീൻ റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് there is a tendency for that element to get into your psyche. ഏതൊരു കാര്യമാണെങ്കിലും അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സൈക്കിയിൽ ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സാധനം തന്നെയാണ്. സാറ് ഈ ബിഹേവിയർസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ കഴിയുമോ? അതായത് ഇപ്പോ ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, അതിലൊക്കെ അയാൾക്ക് എങ്ങനെ നോക്കിയിട്ട് അത് നിർത്താൻ പറ്റുന്നില്ല? പറ്റും. ഹിപ്നോസിസ് തെറപ്പിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഹിപ്നോ തെറപ്പി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ. ഹിപ്നോസിസ് തെറപ്പിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഹിപ്നോ തെറപ്പി എന്ന് പറയുന്നത്. തെറപ്പി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഹിപ്നോ തെറപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അഡിക്ഷൻ ഒക്കെ ഹിപ്നോ തെറപ്പി യൂസ് ചെയ്യുന്നുണ്ട്. സെൻസീവ് കുട്ടികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾ ഏകദേശം ഒരു 14-15 വയസ്സ് വരെ എല്ലാവരും ഹൈലി സജസ്റ്റബിൾ ആണ്. അപ്പൊ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഹിപ്നോസിസ് തന്നെയാണ്. ഈ ട്രോമാറ്റിക് ഇവന്റ്സ്, ഏജ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഏജ് റിഗ്രഷൻ, നിങ്ങളെ ആ ഒരു ഏജിലേക്ക്, നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടായ ഒരു സമയത്തേക്ക് നിങ്ങൾ റിഗ്രസ് ചെയ്യുകയും ആ സമയത്തുണ്ടായ അബ്യൂസിനെ അല്ലെങ്കിൽ ട്രോമയെ പ്രോസസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏജ് റിഗ്രഷനിൽ നേരത്തെ ആരോ ഇതിനകത്ത് എഴുതിയിരുന്നു അബ്രിയാക്ഷൻ. ആ അബ്രിയാക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഫ്രോയിഡിന്റെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കാണ്. ആ സാധനം ഹിപ്നോസിസിൽ, ഏജ് റിഗ്രഷനിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹിപ്നോസിസും CBT തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടോ? ഹിപ്നോസിസും CBTയും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. പക്ഷെ ഹിപ്നോസിസും CBTയും തമ്മിൽ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മോഡൽ ഉണ്ട്, കൊഗ്നിറ്റീവ് ഹിപ്നോതെറപ്പി എന്ന് പറയുന്നത്. അസൻ അലാദിൻ എന്ന് പറയുന്ന ഒരു കനേഡിയൻ പ്രൊഫസർ ഡെവലപ്പ് ചെയ്ത ടെക്നിക്കാണ് കേട്ടോ അത്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ എങ്ങനെയാണ് ആളുകൾ സജസ്റ്റബിൾ ആണെന്ന് മനസ്സിലാക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പല ടെക്നിക്ക് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് സ്റ്റാൻഫോർഡിന്റെ സജസ്റ്റബിലിറ്റി സ്കെയിൽ ഉണ്ട്, ഹാർവേഡിന്റെ സജസ്റ്റബിലിറ്റി സ്കെയിൽ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ടൈം കൺസ്യൂമിങ്, വളരെയധികം ഏകദേശം 2-2.5 മണിക്കൂറൊക്കെ എടുക്കുന്ന, അപ്പോൾ നമ്മൾ 30 മിനിറ്റിലും 20 മിനിറ്റിലും ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടൂൾസും അവൈലബിൾ ആണ് ഇപ്പോൾ. ഞാൻ അത് ആദ്യത്തെ ടൂൾസ് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈ പല ക്ലിനിക്കൽ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിപ്പോൾ 2-3 ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ
ഹിപ്നോസിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറയുന്ന ഒരു സാധനമാണ് പെൻഡുലം. അപ്പൊ ഈ പെൻഡുലം യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്സ് ഒത്തിരിയേറെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ നല്ലൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട് കേട്ടോ. ദീപക് ചോപ്ര എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഓഥർ ഉണ്ട്. അമേരിക്കനാണ് പുള്ളി, ഇന്ത്യൻ അമേരിക്കൻ ഓഥർ. പുള്ളിയും ഓപ്ര വിൻഫ്രയും കൂടി ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അത് ഞാൻ ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതിന് സ്പിരിച്വൽ കൊണോട്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇത് സാധാരണ ഒരു പെൻഡുലം, ഇത് മാർബിൾ പീസിൽ ഉണ്ടാക്കിയ ഒരു പെൻഡുലമാണ്. ഞാൻ ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് ആളിന്റെ അടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറയും, എന്നിട്ട് സ്റ്റെയർ അറ്റ് ദ പെൻഡുലം എന്ന് പറയും. അപ്പൊ എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ക്ലയന്റിന് കൊടുക്കും, ക്ലയന്റാണ് പിടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ സൈഡിൽ നിന്ന് സജഷൻ കൊടുക്കാനായിരുന്നു. ഞാൻ പറയുന്നത് ആസ് യു കീപ് ഓൺ സ്റ്റെയറിംഗ് പെൻഡുലം വിൽ സ്റ്റാർട്ട് മൂവിങ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പെൻഡുലം ആദ്യം ഒന്ന് മൂവ് ചെയ്യും, അത് നോർമലാണ്. പക്ഷേ ഈ നോർമലായിട്ട് മൂവ് ചെയ്യുന്ന പെൻഡുലത്തെ നമ്മൾ ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. Then what do I tell him? I tell him that this pendulum will slow down right now and pendulum will start moving in a different direction. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഡുലം വളരെ പതുക്കെ നിൽക്കുകയും അത് എതിർദിശയിൽ മൂവ് ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ പുള്ളിയെടുത്ത് പറയും. അങ്ങനെ എതിർദിശയിലേക്ക് മൂവ് എന്നുണ്ടെങ്കിൽ അത് ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു സാധനം കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ പെൻഡുലം യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സയന്റിഫിക്, നമ്മൾ വെസ്റ്റേൺ തെറപ്യൂട്ടിക് കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൻഡുലം പോലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഗാഡ്ജറ്റ്സുകൾ ഒന്നും തന്നെ ഇപ്പം നമ്മുടെ സ്ട്രാറ്റജികളിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പം ഞാനൊരു സജസ്റ്റബിലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതിന് ഭാഗമായിട്ട് ഒരു സ്മോൾ ഇൻഡക്ഷൻ ടെക്നിക്ക് നമുക്ക് ചെയ്യാം. ആർ യു റെഡി? എല്ലാവരും നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു 5 മിനിറ്റിൽ താഴെ ഞാൻ എടുക്കത്തുള്ളൂ. ഒരു സ്മോൾ ഇൻഡക്ഷൻ ടെക്നിക്ക് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. അത് കസേരയിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഈ ഭിത്തിയോട് ചേർന്നിരിക്കാൻ പറ്റിയെങ്കിൽ നന്നായിരിക്കും. നിലത്താണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ കട്ടിലാണെങ്കിൽ കിടക്കാം, സോഫ എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. ആദ്യം ഇരിക്കുമ്പോൾ തന്നെ ഒരു സിംബോളിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മൊത്തം ആ കസേരയിലേക്ക് കൊളാപ്സ് ചെയ്യുക. അതായത് ഞാൻ വെയിറ്റ്ലെസ് ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ശരീരം മൊത്തത്തിൽ ഈ ഒരു ഇതിനകത്ത് കൊളാപ്സ് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങളത് ആദ്യം കണ്ണടയ്ക്കാൻ പറയും. എന്നിട്ട് കുറച്ചു നേരം ബ്രീത്തിങ് ഒബ്സർവ് ചെയ്യാൻ പറയും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറയും. എന്നിട്ട് തല ഇങ്ങനെ പൊക്കാതെ ഈ കണ്ണ് മാത്രം പൊക്കി ഭിത്തിയുടെ അറ്റത്തോ അല്ലെങ്കിൽ റൂഫിലോ ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് സ്റ്റെയർ ചെയ്യാൻ പറയും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. Collapse your entire body. Collapse your entire body onto the sofa or onto the chair. ശരീരം മൊത്തം ചെയറിലേക്കോ അല്ലെങ്കിൽ ആ സോഫയിലേക്ക് കൊളാപ്സ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് യുവർ ഐസ്. കണ്ണു പതുക്കെ അടയ്ക്കുക. Focus on your breathing. Focus on your breathing. ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. You don't need to modify your breathing. നമ്മുടെ ശ്വാസം നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണോ സാധാരണ ശ്വാസം എടുക്കുന്നത് അതേപോലെ തന്നെ ശ്വാസം എടുക്കുക. ശ്വാസം നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, നമ്മൾ പതുക്കെ എക്സെയിൽ ചെയ്യുന്നു. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ആ ഒരു കൂൾ എയർ ടച്ചിങ് നോസ്ട്രൽസ് അത് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എക്സെയിൽ ചെയ്യുമ്പോൾ ആ ഒരു വാം എയർ ടച്ചിങ് നോസ്ട്രൽസ് അത് ശ്രദ്ധിക്കുന്നു. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നു. കണ്ണടച്ചേക്കാണ് കേട്ടോ. ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്വാസഗതിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്വാസഗതിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ശ്വാസഗതിയിൽ ഒരു മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കുക. ഒത്തിരിയേറെ ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക് വരാം, പക്ഷെ അതൊക്കെ നോർമലാണ്. എൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. എന്നിട്ട് അതൊക്കെ കണ്ണ് തുറക്കുക. എന്നിട്ട് stare at a point on the ceiling or on the wall and stare at it. കണ്ണിന് ചിമ്മാതെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ശ്വാസഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. So as you keep on staring at that imaginary spot, the same time focusing on your breathing. നമ്മൾ ആ ഒരു ഡോട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ കൺപോളുകൾക്ക് ഉണ്ടാവുന്ന മാറ്റം, നമ്മുടെ കണ്ണിനുണ്ടാവുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. Your eyes are becoming drowsier and drowsier and drowsier. Eyelids are becoming heavier and heavier and heavier. Eyelids are becoming, കൺപോളുകൾക്ക് കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അത് you are able to feel it. Eyes are becoming drowsier, 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 drowsier. Eyes are becoming drowsier, 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 drowsier. Eyelids are becoming heavier, heavier, heavier. You have an irresistible urge to close your eyes. നമ്മുടെ കണ്ണുകൾ അടയ്ക്കണമെന്ന് വളരെ ഇൻറ്റൻസ് ആയ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. കൺപോളുകൾ കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു. Eyes are becoming drowsier, 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 drowsier. Eyes are becoming, eyelids are becoming heavier, 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 heavier. പതുക്കെ കൺപോളുകളിലെ ആ ഒരു കനം കൂടുന്നത് എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. Just close your eyes slowly right now and relax your eyelids. Just relax your eyelids. കണ്ണുകൾ പതുക്കെ അടഞ്ഞിരിക്കുകയാണ്. Then slowly restart focusing on your breathing. Your normal natural breathing. ശ്വാസഗതിയിൽ വളരെ പതുക്കെ ശ്രദ്ധ. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് എടുക്കുന്നു. You just inhale and exhale. Just inhale and exhale. Inhale and exhale. Inhale and exhale. Inhale and exhale. ഒരു 20 സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യുക. കൺപോളുകൾക്ക് വന്നിരിക്കുന്ന മാറ്റം മനസ്സിലാക്കുക. Now I'm going to apply Fevikwik on your eyelids. ഞാൻ 1, 2, 3 എന്ന് പറയും. 3 ആകുമ്പോഴേക്കും I'm going to apply Fevikwik on your eyelids. 1, 2, 3. Eyes are closed and its Fevikwik is applied. Even if you want to open your eyes, you may not be able to open your eyes. It's tightly closed. It's closed, 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 relaxed, and you may not be able to open your eyes. You try, but you will fail miserably. You may not be able to open your eyes. It's tightly closed. Continue focusing on your breathing. I'm going to count from 1 to 3 again. നിങ്ങളുടെ കൺപോളുകൾ തിരിച്ച് ശരിയായ ലെവലിലേക്ക് വരുന്നു. അതുപോലെ തന്നെ then you slowly open your eyes and come out of the trance. 1, 2, 3.
ഇതിനകത്ത് എത്ര പേർ, രണ്ടൊന്ന് ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഹാൻഡ്സ് ഒന്ന് റേസ് ചെയ്താൽ മതി. എത്ര പേർക്ക് ഇതിനകത്ത് ഞാൻ കൺപോളുകൾ കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഐസ് ആർ ബിക്കമിങ് ഡ്രൗസി എന്ന് പറഞ്ഞ്? ഓക്കെ, കുറച്ച് പേർക്ക് വന്നു. വെരി ഗുഡ്. ഇത് നോർമലാണ്. വെരി ഗുഡ്. കുറച്ച് പേർക്ക് വന്നുണ്ടാവും. അത് ഏകദേശം ഒരു 30% ആളുകൾക്ക് അത് വരേണ്ടതാണ്. എത്ര പേർക്കാണ് ഞാൻ ചാലഞ്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് ആഡ് ചെയ്തിരുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് when you close your eyes, I told you very clearly that your eyes are getting very quick അപ്ലൈ ചെയ്തിട്ട് you may not be able to open your eyes എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ഫെവി ക്വിക്ക് തേച്ചിട്ടുണ്ടെന്നും എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നും തോന്നി എത്ര പേരുണ്ട് ഇതിനകത്ത്? വെരി ഗുഡ്. അപ്പൊ ഇത് ഒരു ട്രാൻസ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു 4 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്തത്. ഒരു ഡീപ്പ് ട്രാൻസിലേക്ക് പോകാനുള്ള നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. ബട്ട് the agenda was to make you feel some amount of hypnotic process. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് എല്ലാവർക്കും സാധിക്കാതിരുന്നത്? ഇപ്പൊ നമ്മൾ 1-on-1 സെഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റിയതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് പറ്റിയില്ല? ഒന്ന്, ചിലപ്പോൾ ഈ മാധ്യമം, ഈ ഒരു ഓൺലൈൻ മാധ്യമമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത് 1-on-1 വേണ്ടി വരുമായിരിക്കും. എല്ലാവർക്കും ചിലപ്പം എന്താണ് ഈ കുറച്ച് സമയം മതിയായെന്ന് വരത്തില്ല. ചിലർക്ക് 10 മിനിറ്റ് വേണ്ടി വരുന്നുണ്ടാവും, ചിലപ്പോൾ 15 മിനിറ്റ്. നിങ്ങളുടെ ഒരു ഹിപ്നോട്ടിക് ലെവൽ അനുസരിച്ച് ഇതിന്റെ കോൺസെൻട്രേറ്റിംഗ് പവർ എന്ന് പറയാൻ പറ്റത്തില്ല, ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി അനുസരിച്ച് മാറാം. ഞാനൊരു സിമ്പിൾ സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും വലത് കൈ ഇങ്ങനെ ഈ പാം തുറന്നു പിടിച്ചിട്ട് മുകളിലോട്ട് ആക്കി വെക്കുക. ഇടത് കൈ ഇങ്ങനെ ഈ ഹിസ്റ്റ് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നേരേക്ക് ഇരുന്നിട്ട് തന്നെ കേട്ടോ, ഇങ്ങനെ വെക്കുക. എല്ലാവരും ഇങ്ങനെ വെച്ചോ. വലത് കൈ തുറന്നു വെക്കുക, ഇടത് കൈ ഫിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഫോക്കസ് ഓൺ യുവർ ബ്രീതിങ്. നോർമൽ നാച്ചുറൽ ബ്രീതിങ്. ഞാൻ വലത് കൈയിൽ ഒരു വലിയ എൻസൈക്ലോപീഡിയ വെക്കുകയാണ് എന്ന് വിചാരിക്കുക. യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യുവർ റൈറ്റ് ഹാൻഡ് യു ഹോൾഡിങ് എ ബിഗ് എൻസൈക്ലോപീഡിയ. കണ്ണടയ്ക്കുക കേട്ടോ. ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ഇടത് കൈയുടെ ഈ റിസ്റ്റിൽ ഞാനൊരു ഹീലിയം ബലൂൺ കെട്ടണം. വലിയ ഹീലിയം ബലൂൺ, ബിഗ്, മാസീവ്, കളർ ഓഫ് യുവർ ചോയ്സ്. ഏത് കളർ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ. നമ്മൾ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വലത് കൈ നിങ്ങൾക്കറിയാം, ആ ബിഗ് ബ്ലാക്ക് എൻസൈക്ലോപീഡിയ ഭയങ്കര കനമുള്ളതാണ്. അതിങ്ങനെ അതിന്റെ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വലത് കൈയിൽ ആ വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടത് കൈയിൽ ആ ഒരു ബലൂൺ നോക്കുമ്പോൾ ബലൂൺ പൊങ്ങി പോവാണ്. ബലൂൺ പൊങ്ങി പോവാണ്. എൻസൈക്ലോപീഡിയയുടെ വെയിറ്റും ആ ബലൂൺ പൊങ്ങിപ്പോകും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി പതുക്കെ കണ്ണൂർ നോക്കി. ഈ കൈകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെച്ചിരിക്കുന്ന കൈകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എത്ര പേർക്ക് അത് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു? രണ്ട് കൈകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊരു സിമ്പിൾ, നമ്മൾ സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്ക് മാത്രമാണ്. ഇതിന് അത്ര വലിയൊരു ക്ലിനിക്കൽ പ്രോപ്പർട്ടി ഒന്നുമില്ല. അത് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ സജസ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ഇത് സജസ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന നിരവധി ടെക്നിക്കിൽ ഒന്നാണ്. ഇതിന്റെ പേര് ആം ഡ്രോപ്പ് എന്ന ടെക്നിക്കാണ്. ആം ഡ്രോപ്പ് എല്ലാ സജസ്റ്റബിലിറ്റി സ്കെയിൽസിലും ഉള്ള ഒരേ ഒരു ഐറ്റമാണ്, സജസ്റ്റബിലിറ്റി ഐറ്റമാണിത്. ഇത് വളരെ എന്താ പറയുക, ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഇപ്പൊ നിരവധി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുറച്ച് ഇതിന്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാനത് ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യും. അപ്പൊ ഈ നിങ്ങൾ ഈ ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റിസർച്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഹിപ്നോസിനെ കുറിച്ച് പറയുന്നത്?
ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ് വരുന്നുണ്ട്, മെസ്മർ അല്ലെ, ആമിയാണോ എയ്മിയാണോ, എയ്മി പറഞ്ഞിട്ടുണ്ട്, മെസ്മർ. അപ്പൊ ഇതിനകത്ത് ഈ മെസ്മർ, നമ്മൾ ഈ മെസ്മറിസം എന്നുള്ള വാക്കൊക്കെ വരുന്നത് മെസ്മറിൽ നിന്നാണ് കേട്ടോ. ആന്റൺ മെസ്മർ. മെസ്മറിനെ കുറിച്ച് പറയുമ്പോൾ മെസ്മർ ആദ്യത്തെ അന്ന് ഹിപ്നോസിസ് എന്ന വാക്ക് ആയിരുന്നില്ല അവർ ഉപയോഗിച്ചിരുന്നത്. പുള്ളി ഉപയോഗിച്ചിരുന്നത് അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന സാധനമാണ്. പുള്ളി ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അദ്ദേഹം മോഹൻലാലിൻ മണിച്ചിത്രത്താഴ്, ഞാനത് പറയാം അതിനകത്ത്. അപ്പൊ ഈ ഇതിനകത്ത് രസകരമായൊരു റിസർച്ച് കൂടിയുണ്ട്. ഞാൻ അത് ഈ മണിച്ചിത്രത്താഴ് പറഞ്ഞപ്പോൾ ഞാൻ ആ റിസർച്ചിനെ കുറിച്ച് കൂടി പറയാം. എന്തായാലും ഞാൻ അതിലേക്ക് വരാം. ഈ മെസ്മർ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു. അദ്ദേഹം ഒത്തിരി ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള ടെക്നിക്കുകൾ ആവേശത്തോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടെക്നിക്ക് പുള്ളി പഠിക്കുന്നത്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ്സ്, അതിൻ്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്, അത് നിങ്ങളുടെ ശരീരത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പേസുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുകയും നിങ്ങളുടെ ഡിസ്ക്രിപ്പൻസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ അത് ആളുകൾ ടേക്കപ്പ് ചെയ്തു. അദ്ദേഹം അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരിക്കൽ പുള്ളിയായി ഈ മാഗ്നറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം നമ്മൾ ഈ റേക്കി പ്രാണിക് ഹീലിങ്ങിലൊക്കെ ചെയ്യുന്നത് പോലെ പാസസ് ഇങ്ങനെ കൈ വെച്ച് ഈ ശരീരത്തിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില പേഷ്യൻസ്, അന്ന് ഹിസ്റ്റീരിയ വളരെ കോമൺ ആയിരുന്നു. അപ്പൊ ഹിസ്റ്റീരിക്കൽ ഫിറ്റ്സിലൂടെ കടന്നു പോവുകയും അവര് രോഗശാന്തി വരികയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ അദ്ദേഹം വളരെ പോപ്പുലറായി. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ എന്താ പറയുക മിസ്കോൺസെപ്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പവറാണ്, എൻ്റെ പവറാണ് മറ്റുള്ളവരിലേക്ക് മൂവ് ചെയ്യുന്നത്, അങ്ങനെയാണ് എല്ലാവരും ഹീലിങ്ങിലാവുന്നതൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് അത് അങ്ങനെയല്ലെന്നൊക്കെ പ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഒത്തിരിയേറെ അലിഗേഷൻസ് ഒക്കെ വന്നു. അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇത് സയന്റിഫിക് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ സമയത്തെ ലൂയി 16 എന്ന് പറയുന്ന ഫ്രാൻസിലെ എംപററിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ എൻക്വയറി കമ്മീഷനൊക്കെ വരുന്നത്. അന്ന് മെഡിക്കൽ എൻക്വയറി കമ്മീഷന്റെ ചെയർമാനായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളായിരുന്നു. നിങ്ങൾക്കറിയാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അന്ന് അദ്ദേഹം US അംബാസഡർ ടു ഫ്രാൻസ്. അപ്പൊ അദ്ദേഹം വന്നപ്പം അവർക്കൊന്നും ഇദ്ദേഹത്തിന്റെ ആ ഒരു തിയറി പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരികയും അദ്ദേഹത്തിന്റെ അടുത്ത് പ്രാക്ടീസ് നിർത്താൻ പറയുകയും ചെയ്യേണ്ടായി. പക്ഷെ ആ സമയം കൊണ്ട് ഇത് ഏകദേശം 25ഓളം കൊല്ലം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ആ സമയം കൊണ്ട് അദ്ദേഹം നിരവധി ആളുകളെ പഠിപ്പിക്കുകയും ഒത്തിരിയേറെ പേഷ്യൻസിനെ ഹീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഈ സാധനം യൂറോപ്പിന് പുറത്തേക്കൊക്കെ പോകുന്നത്. ഒത്തിരിയേറെ പേര് ഈ ഫ്രോയിഡ് ഇതിനകത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റേൺഷിപ്പ് സൂപ്പർവൈസർ ആയിരുന്നിട്ടുള്ള ഷാർക്കോട്ട് എന്ന് പറയുന്ന ആള് ഈ മെസ്മറിന്റെ സ്റ്റുഡന്റ് ആയി. അങ്ങനെയാണ് ഫ്രോയിഡ് ഇതിനകത്തേക്ക് വരുന്നത്. പക്ഷെ ഫ്രോയിഡ് ഇതിനകത്തേക്ക് വരുമ്പോൾ ഫ്രോയിഡിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന റിസർച്ചറുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു, ജോസഫ് ബ്രൂവർ എന്ന് പറയുന്നത്. ജോസഫ് ബ്രൂവർ ആണ് സീനിയർ കൊളീഗ് ആൻഡ് ഫ്രണ്ട് ഓഫ് ഫ്രോയിഡ് എന്നാണ് ബ്രൂവറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹമാണ് കുറച്ചുകൂടി ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ആ സമയത്തും ഇവര് ഹിപ്നോസിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, മറിച്ച് ആനിമൽ മാഗ്നറ്റിസം എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒത്തിരിയേറെ പേഷ്യൻസിൽ ഇത് യൂസ് ചെയ്യുകയും ഒത്തിരിയേറെ ആളുകളെ അവർ ഹീൽ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഫ്രോയിഡിന് ഇത് അത്രയ്ക്ക് ദഹിച്ചില്ല. 2 കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, എല്ലാവരെയും എനിക്ക് ഹിപ്നോസിസിന് വിധേയനാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും. 2, ഹിപ്നോസിസ് വഴി ഭേദമായി പോകുന്ന ആളുകൾ വീണ്ടും സെയിം ഡിസോർഡർ ആയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ 2 കംപ്ലൈന്റുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ഈ 2 കംപ്ലൈന്റ് കാരണം അദ്ദേഹം ഹിപ്നോസിസിൽ നിന്ന് പുറത്തു പോവുകയും ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന ഹിപ്നോസിസുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു ടെക്നിക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഹിസ്റ്ററി. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഹിപ്നോസിസിന് എതിരെ പറയുകയും ഈ ഫ്രീ അസോസിയേഷനെയും സൈക്കോഅനാലിസിസിനെയും അനുകൂലിച്ചുകൊണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് ഹിപ്നോസിസ് കുറച്ച് നാൾ, ഏകദേശം ഒരു 20th സെഞ്ചുറിയുടെ ആദ്യത്തെ പകുതിയിൽ ഹിപ്നോസിസ് അത്ര കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ബ്രെയ്ഡ് എന്നാണ്. ജെയിംസ് ബ്രെയ്ഡ്. ഇപ്പൊ ജെയിംസ് ബ്രെയ്ഡ് എന്നുള്ള ആള് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? അദ്ദേഹവും ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. ഇദ്ദേഹമാണ് ഹിപ്നോട്ടിസം എന്ന വാക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത്
ഹിപ്നോട്ടിസം എന്നാ കൊണ്ടുവന്നത്, ന്യൂറോ ഹിപ്നോട്ടിസം എന്ന വാക്കാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാൻ അദ്ദേഹം ഒത്തിരിയേറെ പഴി കേൾക്കുകയുണ്ടായി. കാരണം ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ ആ വാക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തു. ഹിപ്നോസിസ്, അതെന്താണ് കാരണം? ഹിപ്നോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡ് ഓഫ് സ്ലീപ്പാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആ വാക്ക് കോയിൻ ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് അദ്ദേഹത്തിന് തോന്നി അത് ആ വാക്ക് സ്യൂട്ടബിൾ അല്ല, അതുകൊണ്ട് വേറൊരു വാക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വേറൊരു വാക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് അത്ര ഹിറ്റ് ആയില്ല. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന വാക്കിന്റെ പേരാണ് മോണോഡോയിസം, അതായത് സിംഗിൾ പോയിന്റ് അവയർനെസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഐ ഫിക്സേഷൻ ടെക്നിക്ക് കൊണ്ടുവന്നത് ജെയിംസ് ബ്രെയ്ഡ് ആണ്. അതുകൊണ്ട് ഈ ഐ ഫിക്സേഷൻ ടെക്നിക്കിന് ബ്രെയ്ഡിസം എന്നുള്ളൊരു പേരും കൂടിയുണ്ട് കേട്ടോ. അപ്പൊ ജെയിംസ് ബ്രെയ്ഡ് പോലെ തന്നെ വേറെ ഒരു ആൾ കൂടി വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് എസ്ഡെയിൽ. ജെയിംസ് എസ്ഡെയിൽ ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു സ്കോട്ടിഷ് സർജൻ ആയിരുന്നു. ഇദ്ദേഹം ഈ സ്കോട്ടിഷ് സർജൻ ആയിരുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് 7 കൊല്ലത്തേക്ക് കൊണ്ടുവന്നു. 1845 മുതൽ 1852 വരെ അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. ആ സമയത്ത് സർജറിക്ക് വിധേയരാകുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും മരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് സർജറിയുടെ കോംപ്ലക്സിറ്റി കൊണ്ടല്ല, മറിച്ച് ആ സമയത്ത് ഈ പെയിൻ റിഡക്ഷന് മരുന്നുകളൊന്നുമില്ല, ക്ലോറോഫോം ഒന്നും ആ സമയത്ത് ഇൻവെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ സർജറിക്ക് വിധേയരാകുന്ന ആളുകൾ ഈ ഇന്റൻസ് പെയിനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വഴി അങ്ങനെ അവർ ഒത്തിരിയേറെ പേര് മരിക്കും, മോർട്ടാലിറ്റി റേറ്റ്സ് കൂടുതലായിരുന്നു. അപ്പൊ ഈ സമയത്താണ് ജെയിംസ് എസ്ഡെയിൽ ഹിപ്നോസിസ് യൂസ് ചെയ്തുകൊണ്ട് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഹിപ്നോ അനസ്തേഷ്യ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. അതായത് ഹിപ്നോസിസ് വഴി നമുക്ക് പെയിനെ മറികടക്കാം. അതായത് ഈ കെമിക്കൽ ഹിപ്നോസിസ് കൊടുക്കാതെ ഈ ഹിപ്നോ അനസ്തേഷ്യ വഴി തന്നെ നമുക്ക് സർജറി ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഈ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. 3ാമത്തെ മാസം മുതൽ തന്നെ പെൺകുട്ടിയെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിന് വിധേയമാക്കുകയും ആ ഡെലിവറി കംഫർട്ടബിൾ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഹിപ്നോ ബേർത്തിങ് എന്ന് പറയും. ഡെന്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഹിപ്നോഡോണ്ടിയ. അപ്പൊ അതായത് ഹിപ്നോസിസിന്റെ ആ ഒരു ആപ്ലിക്കേഷൻസ് വാസ്റ്റ് ആൻഡ് വൈഡ് ആണ്. നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പൊ ഹിപ്നോസിസിന്റെ ഒരു സ്പേസ് ഡിഫറെന്റ് ആണ്. ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റികൾ ഹിപ്നോസിസ് പഠിപ്പിക്കുന്നുണ്ട്. APA സെക്ഷൻ 30 ഹിപ്നോസിസിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഹിപ്നോസിസിന്റെ ആ ഒരു അത് അത്ര അധികം എത്തിക്കൽ അല്ല എന്നുള്ള ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഹിപ്നോസിസ് ഇപ്പൊ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ട്. ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. സൈക്കോളജി കോഴ്സിൽ ഇവിടെ കാണുന്നില്ല എന്നുള്ളത് തെറ്റാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പൊ ഹിപ്നോസിസ് കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ ഏകദേശം 10 കൊല്ലം പഠിപ്പിച്ച ആളാണ്. ആ സമയത്ത് നമ്മൾ PG സൈക്കോളജിയിൽ പഠിപ്പിക്കുമായിരുന്നു. ഗുജറാത്തിലെ MS യൂണിവേഴ്സിറ്റി, അങ്ങനെ പറയുന്ന നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇതൊരു മേജർ പഠന വിധേയമായിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പം അൻഷിത പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അതിനകത്ത് ഈ ഒരു പുസ്തകമാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകം. ട്രാൻസ് വർക്ക്, മൈക്കിൾ യാപ്കോ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഹിപ്നോസിസ് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ആ പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഹിപ്നോസിസ് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും IGNO MA സൈക്കോളജി ഗ്രാജുവേറ്റ്സ് ഇൻഡിപെൻഡന്റ് they can call themselves psychologists. സൈക്കോളജിസ്റ്റ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അവർ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിന് MPhil ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ വേണം. ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, സജഷൻസ് എങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്യാമെന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചത് നന്നായിരിക്കും. ഈ സജഷൻസ് അല്ലെങ്കിൽ അഫർമേഷൻസ് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ. ഇൻസ്റ്റ ID അവര് ഹിപ്നോസിസ് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്നാണ് കേട്ടോ.
ഞാൻ സജഷൻസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഞാൻ ചോദിക്കാറുണ്ട് ആളുകളോട് വരുമ്പോൾ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സജഷൻസ് ഫ്രെയിം ചെയ്യുന്നത്? അപ്പോൾ സാധാരണ അവർ പറയുന്നത്, അപ്പോൾ അവർ സാധാരണ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കോൺഫിഡൻറ്റ്, ഇങ്ങനെയാണ് അവർ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിന് അറിയാം നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന് അറിയാം നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തുടക്കത്തിലേ തന്നെ അത് റിജക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ കോൺഫിഡൻസ് എന്നുള്ളത് ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ള വാക്ക് അല്ല യൂസ് ചെയ്യുന്നത്. അതായത് പ്രസന്റ് ടെൻസിലല്ല പറയേണ്ടത്, മറിച്ച് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം ബിക്കമിങ് കോൺഫിഡൻറ്റ്. ഞാൻ കോൺഫിഡൻറ്റ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഐ ആം ബിക്കമിങ് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ വളരെ സ്പെസിഫിക് ആയിരിക്കണം, കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് അപ്പം ഞാൻ ഐ ആം കോൺഫിഡൻറ്റ് എവിടെ? ഐ എം ബിക്കമിങ് കോൺഫിഡൻറ്റ് ഇൻ അഡ്രസ്സിങ് എ ലാർജ് ഗ്രൂപ്പ്. മനസ്സിലായി? അപ്പം ഞാൻ കുറച്ച് സ്പെസിഫിക് ആയി. അല്ലാതെ ഞാൻ ചുമ്മാ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. ഞാൻ എവിടെയാണ് കോൺഫിഡൻസ് എനിക്ക് വേണ്ടത്? അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. നമ്മൾ സജഷൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം എമിൽ കൂ എന്ന് പറയുന്ന ഒരാളുണ്ട്. എമിൽ കൂ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ജനറിക് സജഷൻ ഉണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ഡേ ഇൻ എവ്രി വേ ഐ ആം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഇത് അദ്ദേഹം ഈ ഒരു സജഷൻ കോയിൻ ചെയ്തത് ആർക്കും എവിടെയും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ എന്ന രീതിയിലാണ് അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. അപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ് സൈക്കോളജിയിൽ മാത്രമല്ല, അത് എല്ലാ മെഡിക്കൽ പ്രൊഫഷനുകളിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂറോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, സൈക്കാട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗാസ്ട്രോ എൻട്രോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി മേഖലയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് സെൽഫ് ഹിപ്നോസിസ് എന്ന രീതിയിലായാലും അല്ലെങ്കിൽ സൈക്കോതെറപ്യൂട്ടിക് പ്രോസസ് എന്ന രീതിയിലായാലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാ മേഖലയിലും വളരെ ഏറെയുണ്ട്. അതിപ്പം ഇന്ത്യയിൽ അതിൻ്റെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് മെഡിക്കൽ പ്രൊഫഷണൽ ആളുകൾ, സർജിക്കൽ പ്രൊഫഷണൽ ആളുകൾ, ഡെന്റിസ്റ്റുകൾ, ഫിസിയോതെറപ്പിസ്റ്റുകൾ ഇത് വളരെ കാര്യമായ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഫഷനുകളെല്ലാം തന്നെ. അപ്പോൾ എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൈക്കോളജിയുടെ PG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുക. ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്ന ട്രെയിനിങ് കാര്യങ്ങളിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇത് സാധാരണ യൂസ് തുടങ്ങുക. നിങ്ങൾ അത് യൂസ് ചെയ്യുക. യു ക്യാൻ യൂസ് ഇറ്റ്. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ സാധാരണ നിങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ആദ്യം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവരിൽ യൂസ് ചെയ്ത് തുടങ്ങാം. സോ ഐ തിങ്ക് ഐ വിൽ ഓപ്പൺ ഇറ്റ് ഫോർ ഡിസ്കഷൻ. നമുക്ക് ഏകദേശം ഒരു 20 minutes 15 minutes കൂടി നമുക്ക് ബാക്കിയുണ്ട്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഹിപ്നോട്ടിസം ഒരു കോഴ്സായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒരു കോഴ്സായിട്ട് പഠിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അതായത് PG ഡിപ്ലോമ ഇൻ ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് ഗുജറാത്തിലൊക്കെയാണ്. ഇവിടെ നമ്മളത് എനിക്ക് തോന്നുന്നു ട്വിങ്കിള് നിങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കും. ട്വിങ്കിളൊക്കെ ഒത്തിരി ട്രെയിനിങ് നമ്മൾ കേരളത്തിലും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച്, സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രാൻസിലേക്ക് പതുക്കെ കൊണ്ടുപോവുക, അതിനുശേഷം നമ്മൾ സജഷൻസ് കൊടുക്കുന്നതിനെയാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ റിലാക്സേഷൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. പക്ഷേ ഇത് ഈ സെൽഫ് ഹിപ്നോസിസ് ആദ്യം നമ്മളിപ്പോൾ ഒരു റിലാക്സേഷൻ നമ്മൾ പഠിക്കുന്നതിന് എന്താ ചെയ്യുക? ആദ്യം റിലാക്സേഷൻ അറിയാവുന്ന ഒരാൾ നമ്മളത് നമുക്ക് പറഞ്ഞു തരും, നമ്മൾ റിലാക്സ് ചെയ്യിക്കും. അങ്ങനെ 2-3 തവണ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിലാക്സേഷൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് മെഡിറ്റേഷൻ, അല്ലേ? അതായത് മെഡിറ്റേഷൻ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു, അദ്ദേഹം നമ്മൾ മെഡിറ്റേഷൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു, അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ സ്വയമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ സെൽഫ് ഹിപ്നോസിസും അങ്ങനെയാണ്. സെൽഫ് ഹിപ്നോസിസിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ആദ്യം
എല്ലാ മെഡിറ്റേറ്റീവ് പ്രാക്ടീസുകളും എല്ലാ ഹിപ്നോട്ടിക് പ്രാക്ടീസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രെത്ത് വാച്ചിങ്ങിലാണ്. ബ്രീത്തിങ് ഞാൻ നേരത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം ഉണ്ടല്ലോ, മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് അതിന് പറയുക. നമ്മൾ ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമ്മൾ ഇൻഡക്ഷൻ എടുക്കും. ഇൻഡ്യൂസിങ് ട്രാൻസ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഞാൻ നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഐ ഫിക്സേഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വരുന്ന ഇൻഡക്ഷൻ ടെക്നിക്കിൽ ഒന്ന് മാത്രമാണ് കേട്ടോ. അങ്ങനെ നിരവധി ഇൻഡക്ഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഈ PMR, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, നിങ്ങൾ സാധാരണ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡീപ്പനർ കൂടിയുണ്ട്. നമ്മൾ ഡീപ്പനർ ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിപ്പോൾ ഇല്ല. ഡീപ്പനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗോയിങ് ഡൗൺ ദ എലിവേറ്റർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഗോയിങ് ഡൗൺ ദ സ്റ്റെപ്സ്. അതായത് യു വിഷ്വലൈസ് ദാറ്റ് യു ആർ സ്റ്റാൻഡിങ്, നിങ്ങൾ 20ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഓരോ തവണ എണ്ണുമ്പോഴും 19, 18 അങ്ങനെ ഓരോ തവണ നമ്മൾ താഴോട്ട് എണ്ണുമ്പോഴും ഓരോ സ്റ്റെപ്പ് വീതം ഇറങ്ങുക. എന്നിട്ട് 0യിൽ എത്തുമ്പോൾ നിങ്ങൾ ഡീപ്പ് ട്രാൻസിലായിരിക്കും. അപ്പോൾ എന്താണ് ബ്രെത്ത് വാച്ചിങ്, ഇൻഡക്ഷൻ, ഡീപ്പനർ. ആ ഡീപ്പനർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു എന്താണ് നേരത്തെ പറഞ്ഞ ആ ഒരു സജഷൻ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സജഷൻ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് സെൽഫ് ഹിപ്നോസിസിന്റെ ഒരു ബേസിക് പാഠം. ഇത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത്ര എന്താ പറയുക, ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കേട്ടാലും മതിയാവും. അപ്പൊ അങ്ങനെയായാലും നമുക്ക് സെൽഫ് ഹിപ്നോസിസ് വരാം. സെൽഫ് ഹിപ്നോസിസിന്റെ ക്രക്സ് എന്ന് പറയുന്നത് സജഷൻ ഉണ്ടാക്കുക എന്നുള്ള കേട്ടോ. നമുക്ക് വേണ്ടി ഒരു സജഷൻ ഉണ്ടാക്കും. എന്താണ് നമുക്ക് വേണ്ടത്, അതിനു വേണ്ടി ഒരു സജഷൻ ഉണ്ടാക്കുക. അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? I attend hypnotic workshop now and then. Whenever they try to demonstrate, I try to give my sensitivity to the fullest, but nothing happens. I don't get it. Can I do hypnosis as I didn't get hypnotized even before? അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹിപ്നോസിസ് ചിലപ്പോൾ 2-3 സെഷനൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ആ ഒരു ട്രാൻസിലേക്ക് എത്താൻ. അത് കാരണമുണ്ട്, നമ്മളിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളത് ചെയ്തതാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഒത്തിരി റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പം കുറച്ച് സമയം എടുക്കുമായിരിക്കും. അല്ലാതെ എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിൽ മാറ്റം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോ ഹിപ്നോട്ടൈസ് ആയിട്ടുള്ള ആളുകളിലും സാധാരണ നമ്മൾ ക്ലയൻസ് വരുമ്പോൾ നമ്മൾ എല്ലാവരിലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കാറില്ല. പക്ഷെ എല്ലാവരിലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോ ഹിപ്നോട്ടൈസിൽ ഇൻഡിവിജ്വലിൽ നമ്മളിപ്പോൾ ഹിപ്നോസിസ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20-30 സെഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് അവർക്ക് ഫിനാൻഷ്യലി വയബിളായ കാര്യം അല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ CBTയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്സോ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ട്രാൻസിൽ എത്തുന്നത് പ്രോബ്ലമാണ്, ഒരിക്കലും അല്ല. ഹിപ്നോസിസും NLPയും സെയിം അല്ല. പക്ഷേ NLPക്കാർ ഹിപ്നോസിസിന്റെ ഒത്തിരിയേറെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറപ്പിയിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്ന പ്ലേസ് കേരളത്തിലുണ്ടോ? പെയിൻ മാനേജ്മെന്റിലൊക്കെ ഒത്തിരിയേറെ ഫിസിയോതെറപ്പികൾ യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞ പുസ്തകം ട്രാൻസ് വർക്ക് വെച്ച് ഹിപ്നോസിസ് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതല്ലാതെ നമ്മൾ പുസ്തകം മാത്രം വെച്ചുകൊണ്ട് പറ്റത്തില്ല. പക്ഷെ കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. മിനിമം ഏജും മാക്സിമം ഏജും ഇല്ല ഹിപ്നോസിസിൽ. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും എത്തിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5 വയസ്സ് മുതലാണ് സാധാരണ. ആ ഒരു കുട്ടികളിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം അവർക്ക് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ഒക്കെയാണ്. So Atira, ഇപ്പം ഹിപ്നോസിസ് ക്യാൻ ബി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ ട്രോമ ആൻഡ് ഓൾ. അപ്പൊ അത് ഹിപ്നോതെറപ്പിയിൽ അത് അബ്രിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് തന്നെ അതിനുവേണ്ടിയാണ്. നിങ്ങളുടെ ഹിഡൻ ട്രോമകളെ മനസ്സിലാക്കി അത് ഇപ്പോഴത്തെ സാധാരണ ജീവിതത്തിൽ നിങ്ങളെ അത് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ടെക്നിക്കാണ് അബ്രിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഞാൻ നോക്കട്ടെ പറയാം. റിപ്രസ്ഡ് ആയ മെമ്മറീസ് കണ്ടൻസ് ഹിപ്നോസിസ് കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. അതിനാണ് ഏജ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. സൈക്കോളജി എന്തുകൊണ്ട് ഹിപ്നോസിസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ട്രെയിനിങ് ഇല്ല. എല്ലാവരിലും ഞാൻ എൻ്റെ ബുക്ക് കാണിച്ചു തരാം. ഇവിടെ വെളിച്ചം കുറച്ച് കുറവാണ്.
ദിസ് ഈസ് മൈ ബുക്ക്, ഹിപ്നോസിസ് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്നാണ് ബുക്കിന്റെ പേര്. ഇത് പുറത്ത് പക്ഷേ നമ്മൾ അവൈലബിൾ ആക്കി തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മൾ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ബുക്കാണ്, പക്ഷേ ഇത് അവൈലബിൾ ആണ്. മറ്റേ ബുക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ടീച്ചറുടെ ബുക്കാണ്. ആ ബുക്കിന്റെ പേര് ട്രാൻസ് വർക്ക് എന്നാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് ഐ റെക്കമെൻഡ്. അത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് മൈക്കിൾ യാപ്കോ എന്നാണ് കേട്ടോ, മൈക്കിൾ യാപ്കോ. അതിന്റെ 3ാമത്തെ എഡിഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡബിൾ ആണ്. Can I choose hypnosis to my career? Is there any job opportunities? ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള ഒരു കരിയർ ഇല്ല, മറിച്ച് സൈക്കോളജിയിൽ നിങ്ങൾ സൈക്കോതെറപ്പിസ്റ്റ് ആവുമ്പോൾ ഹിപ്നോസിസ് എന്നുള്ള മാധ്യമം യൂസ് ചെയ്യുന്ന സൈക്കോതെറപ്പിസ്റ്റ്, ഹിപ്നോസിസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോതെറപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കേട്ടോ. That's a good option. ഹിപ്നോസിസ് ആൻഡ് കൗൺസിലിംഗ്. ഹിപ്നോസിസ് എന്നുള്ളത് എന്താണ്? ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓൾട്ടേർഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് തെറപ്യൂട്ടിക് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിപ്നോസിസ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിലുപരിയായിട്ട് ഹിപ്നോസിസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നിരവധി മോഡൽസ് ഉണ്ട്. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയും ഹിപ്നോസിസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള മോഡലുണ്ട്, സൈക്കോനാലിസിസും ഹിപ്നോസിസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള മോഡൽസ് ഉണ്ട്. അങ്ങനെ നിരവധി മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇന്റർനാഷണൽ അക്കാഡമി ഫോർ സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോസിസ് 1 month ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നു. ടൈം എടുത്ത് ഫ്രാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ബുക്ക് കൂടെ പഠിച്ച് കുറച്ചുകൂടി ഡെപ്ത് കിട്ടുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ വർക്ക്ഷോപ്പ് വേറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. അവർ ട്രെയിൻഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. വാട്ട് ഈസ് ഒതന്റിസിറ്റി ഓഫ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ? ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നുള്ളത് ട്രാൻസ്പേഴ്സണൽ ഹിപ്നോതെറപ്പി, ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സാധനം. അത് അമേരിക്കയിലെ ബ്രയൻ വെയ്സ് എന്ന് പറയുന്ന ഒരാള് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ചലനങ്ങളാണ് അതിനെ ഇത്ര പോപ്പുലർ ആക്കിയത്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൂടി ഉണ്ടായിട്ടുള്ള, ഞാൻ നേരത്തെ ഏജ് റിഗ്രഷനെ കുറിച്ച് പറഞ്ഞല്ലോ, പണ്ടുണ്ടായ ട്രോമകൾ. ഈ പണ്ടുണ്ടായ ട്രോമകൾ എന്നുള്ളത് നിങ്ങളുടെ പഴയ ജന്മത്തിൽ നിന്നും മുൻ ജന്മത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള മുൻ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ആകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തെ മാറ്റുന്ന ഒരു ടെക്നിക്കാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പി എന്ന് പറയുന്നത്. അത് ബ്രയൻ വെയ്സ് എന്ന ആളാണ് അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. ഒത്തന്റിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പം നമ്മളിപ്പം കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റീഇൻകാർണേഷൻ സ്റ്റഡീസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ റീഇൻകാർണേഷൻ സ്റ്റഡി നടക്കുന്നത് അമേരിക്കയിലെ വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെർസെപ്റ്റീവ് സ്റ്റഡീസ് എന്ന ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് വളരെ വളരെ മിടുക്കരായിട്ടുള്ള അത് സ്റ്റാർട്ട് ചെയ്ത ആള് ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറയുന്ന ആളാണ്. ഇയാൻ സ്റ്റീവൻസന്റെ മെയിൻ റിസർച്ച് ഏരിയ ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സ്റ്റഡികളിലൊക്കെ അദ്ദേഹം റീഇൻകാർണേഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് തിരിച്ചുപോയി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒതന്റിസിറ്റി ഈസ് സ്റ്റിൽ ഡൗട്ടാണ് കേട്ടോ. ബുക്ക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് വർക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ ബുക്കിന്റെ പേര് ബേസിക്സ് ആൻഡ് ബിയോണ്ട് എന്നാണ്. ജിഷ ആ ബുക്കിൽ പറയുന്നൊക്കെ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ പോയപ്പോൾ പുള്ളിനെ കണ്ടിരുന്നു. അപ്പൊ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പുള്ളിയെ കുറിച്ചുള്ള ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്, പുള്ളിയുടെ കൂടെയുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും. സത്യം ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? പേഷ്യന്റിനെ സംബന്ധിച്ച സത്യമായിരിക്കും. അപ്പൊ അതിനകത്ത് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങൾ 20 വയസ്സുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ആയിരക്കണക്കിന് മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ട്രാൻസിൽ നിങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക മെമ്മറി പുറത്തു കൊണ്ടുവരും? ദാറ്റ് മീൻ ടു സേ ദാറ്റ് ദർ ഇസ് സംതിങ് ഡീപ് ഡൗൺ ഇൻ യു. ഒരു ഡ്രീമിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മുന്നോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സ്യൂഡോ സയൻസ് എന്നുള്ള കാലമൊക്കെ പോയി അൻഷിത. ഇപ്പം അങ്ങനെ പറയുന്നവര് അവര് പുതിയ റിസർച്ച് കാണാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർവേഡിൽ ഹിപ്നോസിസ് ലബോറട്ടറി ഉണ്ട്.
സ്റ്റാൻഫോർഡിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിരുന്ന വ്യക്തികൾ ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി സ്കെയില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹാർവാർഡും സ്റ്റാൻഫോർഡും ഒക്കെ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ തള്ളുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ APA ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഹിപ്നോസിസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം സ്യൂഡോ സയൻസ് പറയുന്ന കാലഘട്ടമൊക്കെ പോയി. കാരണം എന്താണ്, നിങ്ങളെപ്പോലെ സൈക്കോളജി പഠിക്കുന്ന ആളുകൾ ഹിപ്നോസിസിലേക്ക് വരാത്തടത്തോളം കാലം വഴികിടെ പോണ ആൾക്കാരൊക്കെ സ്യൂഡോ സയൻസ് എന്ന് പറയും. ഈ ഹിപ്നോസിസിലേക്ക് ചിലപ്പോൾ ഡീപ്പ് സ്റ്റേറ്റിലേക്ക് പോകുന്നവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മിസ്കോൺസെപ്ഷൻസ് നമ്മൾ പരിപൂർണമായിട്ട് മാറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് പേടിക്കാനുള്ള കാരണമൊന്നും. ഒത്തിരിയേറെ സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലും ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്ക്, ട്രെയിൻ ചെയ്ത ആൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം സൈക്കോളജിയുടെ ഒരു അറിവും ധാരണയൊക്കെ ഉള്ള ആൾ ട്രെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബുക്ക് അയച്ചു തരാം കേട്ടോ. ഹിപ്നോസ് ചൈൽഡ് ബർത്തിൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ട്രാൻസ് സ്റ്റേജ് മസിൽ കോൺട്രാക്ഷന് ഒന്നും ബാധിക്കില്ല. അപ്പം നമ്മൾ സജഷൻ കൊടുക്കുന്നത് മസിൽ റിലാക്സേഷന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം എത്ര തന്നെ വികസിച്ചാലും ആ ഒരു പ്രോസസ്സ് കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത്, ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടോ. സാറേ, ഞാന് സ്റ്റുഡന്റ് ആണ്, MSc ക്രൈസ്റ്റില്. ഹലോ സാറേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ക്രൈസ്റ്റിൽ തന്നെയാണ് MSc MPhil PhD ഒക്കെ ചെയ്തത്. എനിക്ക് ഞാന് സാറിന്റെ അവിടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. സാർ ഒരു കോഴ്സ് ചെയ്യുന്നു, 6 month കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ ഹിപ്നോട്ടിസത്തിന്റെ. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എനിക്ക് എന്നെ വിളിച്ചാൽ മതി. അത് പക്ഷെ ബാംഗ്ലൂർ വരണമല്ലോ അതിന്. അത് സാറ്റർഡേ സൺഡേസിലായിരുന്നില്ലേ അന്നൊക്കെ? മാസത്തിൽ 2 തവണ ഉണ്ടാവുള്ളൂ. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ അയച്ചിട്ടുണ്ട്, അത് കേട്ടോ, എന്നെ വിളിച്ചാലും മതി. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ BTM ആണ്, BTM എന്ന് പറയും, സിൽക്ക് ബോർഡിനടുത്തായിട്ട് സാർ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. MA സൈക്കോളജി കഴിഞ്ഞ ഒരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ സർ? ഓക്കെ, ഡിസ്റ്റന്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലേ? ഡിസ്റ്റൻസ് ഇപ്പൊ പുതിയൊരു സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസും സാധാരണ റെഗുലറുമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞ റൂളിംഗ് പുതിയതായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വേർഡിക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല, അങ്ങനെ റൂളിംഗ് ഉണ്ടായിരുന്നു. കാര്യം സൈക്കോളജി അസോസിയേഷൻ MA സൈക്കോളജിക്കാരെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിരുന്നു. അതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഓരോ അസോസിയേഷനുകളുടെയും ബൈലോ അനുസരിച്ചല്ലേ. ഞാൻ ക്ലാസ് കേരളത്തിലെ പല സ്ഥലങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പം നമ്മളിപ്പം ട്വിങ്കിൾ പറഞ്ഞതുപോലെ അവരുടെ ഓർഗനൈസേഷന് വേണ്ടിയും എടുക്കുന്നുണ്ട് കേട്ടോ. തയ്യാറല്ലെങ്കിൽ അങ്ങനെ വ്യക്തി ഹിപ്നോട്ടിസ് ചെയ്യാൻ സാധിക്കും ഇല്ല. ഇന്ദു, നിങ്ങൾ ചോദിച്ച വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഇപ്പം ഞാനൊരു സർജനാണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ പനിയായിട്ട് വരും, അപ്പം ഞാൻ നിങ്ങളെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് തെറപ്യൂട്ടിക് മോഡലാണോ ഉള്ളത് ആ തെറപ്പി മോഡൽ ഐഡന്റിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അയാൾ തയ്യാറല്ല എന്നുള്ളത്, അയാൾ തയ്യാറല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അയാൾ തയ്യാറല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു മിസ്കൺസെപ്ഷൻ കൊണ്ടാണോ അതോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പം ഞാൻ ആസ് എ തെറപ്പിസ്റ്റ് ഞാൻ വിചാരിക്കുകയാണ് ഹി വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഫ്രം ഹിപ്നോസിസ് എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ ഡെഫിനറ്റ്ലി എഡ്യൂക്കേറ്റ് ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പുള്ളിയെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുശേഷവും പുള്ളി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ തിങ്ക് അബൌട്ട് അതർ ഓപ്ഷൻസ്. അത് എൻ്റെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്, ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഏത് ബുക്കിന്റെ കാര്യം ചോദിക്കുന്നത് അൻസാർ? ഇത് മൈക്കിൾ യാപ്കോയുടെ പുസ്തകമാണെന്നുണ്ടെങ്കിൽ ആ പുസ്തകം കുറച്ച് വില കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ
ഫ്രീ ബുക്ക് ഓൺലൈനിൽ ഉണ്ടെന്ന് പറഞ്ഞത്, ട്രാൻസ് വർക്ക് കേട്ടോ. ഹിപ്നോസിസ് ഹൈപ്പോത്തസിസ് അല്ല ഹിപ്നോസിസ് എന്നാണെന്ന് വിചാരിക്കുന്നു. ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ കൂടെ ഒരു കംഫർട്ടബിൾ പേഴ്സൺ കൂടെ വേണ്ടേ? ഓപ്പോസിറ്റ് ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടി ഉള്ളത് നന്നായിരിക്കും. പക്ഷെ ഒരാൾ അകത്തുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അകത്ത് ഇപ്പൊ ക്ലയന്റ് പറയാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് അകത്ത് ആൾ വേണമെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അകത്ത് ആളുള്ളത് ചിലപ്പം ബാക്ക് ഫയർ ചെയ്യും. കാരണം ക്ലയന്റ് റെസിസ്റ്റന്റ് ആവും. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ ചിലപ്പം ക്ലയന്റ് ഇങ്ങനെ ഈ ഇൻഹിബിഷൻസ് മാറി നമ്മൾ ഡീപ്പിലേക്ക് പോകുമ്പോൾ എന്തും പുറത്തു വരാമല്ലോ, പലതും പുറത്തു വരാം. ക്ലയന്റ് ചിലപ്പോൾ മറന്നുപോയ കാര്യങ്ങൾ, റിപ്രസ് ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വരാം. അപ്പം സ്വാഭാവികമായിട്ടും അത് അങ്ങനെ പുറത്തു വരുമ്പോൾ എന്ത് സംഭവിക്കും, അയാൾ എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ ക്ലയന്റിന് വന്നു കഴിഞ്ഞാൽ അത് തെറപ്പി പ്രോസസ്സ് ഗുണകരമാവത്തില്ല. അതുകൊണ്ട് അകത്ത ആളുള്ളത് ഗുണവുമാണ് എന്നാൽ ദോഷവും ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പം ഞാൻ സാധാരണ ചെയ്തിരിക്കുന്നത് എൻ്റെ ക്ലയന്റിന്റെ ഡോറ് ഗ്ലാസ് ചെയ്തിരിക്കുക, ഗ്ലാസ് ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അകത്ത ആൾ വരണമെന്ന് നിർബന്ധമില്ല, അയാൾ പുറത്തിരുന്നാൽ മതി. അപ്പം ആ അകത്തിരിക്കുന്ന ആൾക്ക് പുറത്ത് ആളുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും, കംഫർട്ടബിൾ ആവുകയും ചെയ്യും, എന്നാൽ ഇയാൾ കേൾക്കത്തുമില്ല. സോ ഇറ്റ്സ് ഓക്കെ. ബീന, അപ്പം ഇത് മൈക്കിൾ യാപ്കോയുടെ പുതിയ പുസ്തകത്തിന്റെ വിലയാണ്. എൻ്റെ പുസ്തകത്തിന് 1400 വില, അത് 900 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അമൃത MS യൂണിവേഴ്സിറ്റി ബറോഡയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഈവനിങ് കോഴ്സാണ്. അത് നിങ്ങൾ അവിടെ പോയി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ RC ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ലേ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അതല്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിലാണ് RC ലൈസൻസ് വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്. ചിലരൊക്കെ ഈ പബ്ലിക് പ്ലേസിൽ ഹിപ്നോട്ടിസം അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതെ, അപ്പൊ അതിൽ വല്ല കാര്യമുണ്ടോ? സാധാരണ ഒരു ദുർബലരായിട്ടുള്ള മാനസിക അവസ്ഥയിൽ ഇരിക്കുന്നവരെയല്ലേ ശരിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? ദുർബലർ എന്നുള്ള വാക്കില്ല, മറിച്ച് ഹൈലി ഹിപ്നോട്ടൈസബിൾ ആളുകളെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ ഈ നമ്മൾ ഈ ടിവിയിലും വഴിയിലൊക്കെ കാണുന്നതെല്ലാം സത്യമാണെന്ന് നിർബന്ധമില്ല. അതൊക്കെ മാജിക്കിന്റെ ഭാഗമായിട്ട് അവരെ തന്നെ ആളുകളിൽ തന്നെ ചെയ്യുന്ന സാധനമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. ദുർബലർ എന്നുള്ളതല്ല, ഹൈലി ഹിപ്നോട്ടൈസബിൾ ആയിട്ടാണ്. മാനസികത്തിനെ കുറിച്ച് അതായത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റിസർച്ച് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് മർഫി ഹാലിബർട്ടൺ എന്നാണ്. മർഫി ഹാലിബർട്ടൺ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ മാനസികാവസ്ഥയെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്കിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് കൾച്ചറൽ ആന്ത്രപ്പോളജിയിലാണ് അദ്ദേഹം റിസർച്ച് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം 3 സിനിമകൾ മലയാളത്തിലെ 3 സിനിമകൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റഡി നടത്തിയത്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്, ഇത് ഹിപ്നോട്ടിസായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, സൈക്കോളജിയുമായിട്ട് ജനറൽ ബന്ധമുള്ളൂ. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് താളവട്ടമാണ്. അതിലും കണ്ടിട്ടുണ്ടോ താളവട്ടം? മോഹൻലാലിന്റെ പടം ഉണ്ടല്ലോ അല്ലെ. അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ രോഗിയാണ്. അപ്പൊ അവിടുത്തെ വില്ലൻ ആരാണ്? വില്ലൻ ആരാണ്? വില്ലൻ MG സോമൻ, സൈക്കാട്രിസ്റ്റ് ആണ്. മനസ്സിലായി? സൈക്കാട്രിസ്റ്റ്. അപ്പൊ ആ സമയത്ത് ഒരു ടോക്സിക് സൈക്കാട്രി അല്ലെങ്കിൽ ആന്റി സൈക്കാട്രി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചലനങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് ആ പടം. അപ്പൊ അവിടെ അതിനകത്ത് സൈക്കാട്രിസ്റ്റ് അമിതമായ മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ വെജിറ്റബിൾ ആക്കി മാറ്റുന്നിടത്താണ് സിനിമ തീരുന്നത്. രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് ഉള്ളടക്കം എന്ന് പറഞ്ഞ പടം. ഉള്ളടക്കത്തിൽ നായകൻ എന്ന് പറയുന്ന മോഹൻലാൽ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇത്തവണ ഒരു ഡോക്ടറാണ്, സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഹ്യൂമനിസ്റ്റിക് സൈക്കാട്രിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കേണ്ട, ഇപ്പൊ ജഗതി അതിനകത്ത് വളരെ ഈ കോമഡി ചിരിക്കും തളിയിലൊക്കെ സ്ഥിരം വരുന്ന ഒരു കോമഡി പീസ് ഉണ്ട്. അതായത് ജഗതി വന്ന് പറയുന്നു, എന്റെ കുതിരയുണ്ട്, കുതിര എന്റെ വയറ്റിൽ കിടക്കുന്ന കുതിരയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ന് പറയുന്ന ആളെ പോലും അദ്ദേഹം മരുന്ന് കൊടുക്കാതെ ഒരു പ്ലസീബോ ഇമ്പാക്റ്റിലൂടെ ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ടെക്നിക്ക് നമ്മൾ കാണുന്നുണ്ട്. അതായത് എല്ലാവർക്കും മരുന്ന് വേണ്ട, ഹ്യൂമനിസ്റ്റിക് ആംഗിളിൽ കാണാമെന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ ഉണ്ടായിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് റെവല്യൂഷന്റെ റിഫ്ലക്ഷൻ ആണ് സിനിമ. പിന്നെ വരുന്നതാണ് മഞ്ജിത്ത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അമേരിക്കയിൽ നിന്ന് സൈക്കാട്രി പഠിച്ച് പാസ്സായി വരുന്ന ഒരു വ്യക്തി നമ്മുടെ ലോക്കൽ ഒരു താന്ത്രിക്കിനെ കൂടെ കൂട്ടിക്കൊണ്ട്, തിലകൻ കൂടെ കൂട്ടിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്
അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാ പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ Sir, ആളുടെ ഞാനൊരു വിശ്വാസം കാര്യം ചോദിച്ചോട്ടെ? എന്താ ആളുടെ വിശ്വാസം കൂടി ആന്ത്രപ്പോളജി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് വേണമെന്നാണ് അവർ പറയുന്നത്. അത്രേ ഉള്ളൂ. എന്താണ് ആന്ത്രപ്പോളജിയും ഹിപ്നോട്ടിസും തമ്മിൽ കണക്റ്റഡ് ആണോ? ഇല്ല, അത് കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന അവർ ഈ ട്രീറ്റ്മെന്റിന്റെ പഴയകാല ചരിത്രമൊക്കെ പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ സൈക്കി അല്ലെങ്കിൽ കേരള സൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്നോസിസ് പോലെയുള്ള ടെക്നിക്കുകൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. ആ ആർട്ടിക്കിൾ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ബുക്ക് പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് 950 rupees ആണ്. എനിക്ക് GPay ചെയ്തിട്ട് അയച്ച് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ് ഇറ്റ് അക്രോസ് സാധാരണ രീതിയിൽ. ട്വിങ്കിൾ എവിടെ പോയി? ട്വിങ്കിൾ ഉണ്ടോ? Yes, sir. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളുണ്ടെങ്കിൽ ഏത് നിമിഷവും നമുക്ക്, ഞാൻ നമ്പർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. 9844021955 എന്നാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാൻ സജീവമാണ്. ലിങ്ക്ഡിനിലാണ് ഞാൻ കൂടുതൽ സജീവം. എന്നെ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ആർട്ടിക്കിൾസ് എല്ലാം അവൈലബിൾ ആണ് എല്ലായിടത്തും. ഷിൻറ്റു എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ എന്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. അത് ആരുടെയും കുത്തകയല്ല, എല്ലാം ഷെയർ ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ട്വിങ്കിളിന് ഉള്ളത് കൊണ്ട് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ട്വിങ്കിളിന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ട്വിങ്കിൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ചെയ്യുന്ന ഓപ്ഷൻ എന്താണ്? ഷംന, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇന്ത്യൻ ഹിപ്നോസിസ് അക്കാഡമി ഡൽഹി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ മനസ്സിലാക്കുക, എന്ത് അക്കാഡമി ആയാലും പഠിപ്പിക്കുന്ന ആള് സൈക്കോളജിക്കാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്തിക്കലി ഡ്രിവൺ ആളാണെന്നുണ്ടെങ്കിൽ ചേരുക കേട്ടോ. ഒത്തിരി നല്ല മിടുക്കന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, അത് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ ട്വിങ്കിളിൽ ഷെയർ ചെയ്യാം കേട്ടോ. ട്വിങ്കിൾ ഇവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. Sure, sir, sure. യെസ്, അപ്പോ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് 10 PM ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് നമ്മുടെ വെബിനാർ. അപ്പൊ എന്താ പറയാ, വിത്ത് നോ ഡൗട്ട്സ് നമുക്ക് പറയാം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള, അത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു ഇന്നത്തെ സെഷൻ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, അവിടെ നിന്ന് ഇവിടെ നോക്കുമ്പോൾ അതും ഇതൊക്കെ കേട്ടൊരു കുറെ മിഥ്യാധാരണകളുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഈ ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്നത്തെ സെഷൻ, സാറിന്റെ സെഷൻ. സോ താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ ടൈമിനും സാറിന്റെ നോളജ് ഷെയർ ചെയ്തതിനും ഒരുപാട് താങ്ക് യു ഉണ്ട് ഓൺ ബിഹാഫ് ഓഫ് എവറിബഡി ഹു ഹാവ് ജോയിൻഡ് ഇൻ ദിസ് വെബിനാർ. അതുപോലെ തന്നെ വെബിനാറിൽ ജോയിൻ ചെയ്ത ഈ ഒരു വൈകിയ വേളയിലും ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ ബുക്ക് അവൈലബിൾ ആണെന്ന് സാർ പറയുന്നുണ്ട്. സോ നമുക്ക് വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ, സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സാറിനെ അതിൽ കോൺടാക്ട് ചെയ്യാം, അഡ്രസ് അയച്ചു കൊടുക്കാം, സാറിന്റെ ബുക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Thank you so much, sir. Good night. Thank you everyone. Good night. See you later. Bye bye.